ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഉണ്ടാവും അല്ലേ? Is it okay, Daniel? Okay. Yes. Okay, welcome all of you to the session. This is the second topic of this course and the fourth class of this course. നമ്മൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതായിരുന്നു? ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ആയിരുന്നു. അതിൻ്റെ 2 ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 3 ക്ലാസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കാണ് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ദാറ്റ് മീൻസ് പെഡഗോജിയുടെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ടോപ്പിക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് അക്വിസിഷൻ. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം എന്താണ് ലാംഗ്വേജ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കണം. ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ധാരണ ഉണ്ടാക്കുക, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദ്യങ്ങളൊക്കെ ഇത്തിരി കൂടെ സിമ്പിളായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ സാധ്യതയുള്ളൂ. എങ്കിലും നിങ്ങളിതിനെ ഒന്ന് ഡീപ്പായി മനസ്സിലാക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. ലാംഗ്വേജ്, ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? Language is a system which consists of acquisition, development, maintenance and use of complex systems of communication. Complex system of communication അല്ലേ? അതായത് ഭാഷ എന്ന് പറയുന്നത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്? അക്വിസിഷൻ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, ആർജിച്ചെടുക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിയെടുക്കുന്ന സംഗതി അല്ലേ? ഭാഷ നമ്മൾ പഠിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്നു, ആർജിച്ചെടുക്കുന്നു. അതിന് ഡെവലപ്മെൻ്റ് ഉണ്ട്, പിന്നീട് ആ ഡെവലപ്പ് ചെയ്തതിന് മെയിൻ്റനൻസ് ഉണ്ട്, ആൻഡ് പിന്നീട് അത് കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് അത് പോകും. ഇങ്ങനെയുള്ള കുറേ ഘട്ടങ്ങളുണ്ട്. ഇതൊന്നും കാണാതെ പഠിക്കണം, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് മോസ്റ്റ് പവർഫുൾ ആൻഡ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. ഇറ്റ്സ് മോസ്റ്റ് പവർഫുൾ. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൻഡ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ അല്ലേ? നമ്മുടെ BEd നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ലാംഗ്വേജ് എന്ന് BEd നോട്ടിലൊക്കെ, BEd നോട്ടിൽ നിന്ന് എടുത്താണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് സയൻസ് ഫോർ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. നമ്മളെ മനസ്സിലേക്ക് അറിവുകൾ, ഇൻഫർമേഷനെ ഇങ്ങനെ എൻകോഡ് ചെയ്യുകയും അത് പിന്നീട് ആവശ്യം നമുക്ക് വീണ്ടെടുക്കുകയും ചെയ്യും അല്ലേ? ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻഫർമേഷൻ എൻകോഡ് ആൻഡ് ഡീകോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ചെയ്യുന്ന സയൻസുകളുടെ, ചിഹ്നങ്ങളുടെ ഒരു സിസ്റ്റമാണ് ഭാഷ എന്ന് പറയുന്നത്. ലാംഗ്വേജ് റെഫേഴ്സ് ടു കോഗ്നിറ്റീവ് ഫാക്കൽറ്റി. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് ഫാക്കൽറ്റിയാണ് ദാറ്റ് എനേബിൾസ് ഹ്യൂമൻ ടു ലേൺ ആൻഡ് യൂസ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ആശയവിനിമയത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഗ്നിറ്റീവ്, ചിന്താപരമായിട്ടുള്ള ശേഷിയാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലേ? കോഗ്നിറ്റീവ് ഫാക്കൽറ്റി എന്ന് ചിന്താപരമായിട്ടുള്ള ശേഷി. ദാറ്റ് എനേബിൾസ് ഹ്യൂമൻ ടു ലേൺ അല്ലേ? അത് മനസ്സിലാക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും യൂസ് സിസ്റ്റംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ സിസ്റ്റംസ് യൂസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു. ഹ്യൂമൻ ലാംഗ്വേജ് ഇസ് എ സിഗ്നലിംഗ് സിസ്റ്റം. മനുഷ്യൻ്റെ ഭാഷ എന്ന് പറയുന്നത് സിഗ്നലിംഗ് സിസ്റ്റമാണെന്ന് പറയുന്നു. ഹ്യൂമൻ ലാംഗ്വേജ് എന്താണ്? ഒരു സിഗ്നലിംഗ് സിസ്റ്റമാണ്. ബേസിക്കലി ലാംഗ്വേജ് ഈസ് സംതിങ് വിച്ച് ഇസ് സ്പോക്കൺ. ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ സംസാരമാണ്, സ്പോക്കൺ ആണ്. ബേസിക്കലി ലാംഗ്വേജ് ഈസ് സംതിങ് വിച്ച് ഇസ് സ്പോക്കൺ. ദ റിട്ടൺ ലാംഗ്വേജ് ഈസ് സെക്കൻഡറി. എഴുത്ത് എന്ന് പറയുന്നത് വെറും ഒരു സെക്കൻഡറി അല്ലെങ്കിൽ ഡെറിവേറ്റീവായ പിന്നീടുണ്ടാവുന്ന ഒരു ഉൽപ്പന്നമാണ്. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്പോക്കൺ. ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതി, അനീഷ്, സുജിത, ബേസിക്കലി ലാംഗ്വേജ് ഈസ് സംതിങ് വിച്ച് ഈസ് സ്പോക്കൺ. റിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ ജലജ, സിനു? റിട്ടൺ ഈസ് സെക്കൻഡറി ഓർ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് റിട്ടൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് മെയിൻലി ഇത് സ്പോക്കൺ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലാംഗ്വേജ് മീൻസ് സിസ്റ്റം ഓഫ് സൗണ്ട്സ്, സൗണ്ടുകളുടെ
വേർഡ്സിൻ്റെ വാക്കുകളുടെ പാറ്റേണുകളുടെ ഒരു സിസ്റ്റമാണ് ഭാഷ. യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അവൻ്റെ ചിന്തകളെയും ഫീലിങ്സുകളും ഒക്കെ ആശയവിനിമയത്തിനൊക്കെ യൂസ് ചെയ്യുന്ന എന്താ പറയുക സൗണ്ടിൻ്റെയും വേർഡുകളും പാറ്റേൺസിൻ്റെയും ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഭാഷ. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് തോട്ട് ബൈ മീൻസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട് കൊണ്ടുള്ള നമ്മുടെ ആവിഷ്കാരം അല്ലേ, അതാണ് എന്ത് ഭാഷ. ലാംഗ്വേജ് ഇസ് ആൻ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ അല്ലേ, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇസ് ആൻ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അത് മനുഷ്യൻ്റെ സ്വഭാവം തന്നെയാണ്. ഇൻ റിട്ടൺ ഫോം ഇറ്റ് ഈസ് ലോങ് ടേം റെക്കോർഡ് ഓഫ് നോളേജ് ഫോർ വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്കുള്ള ലോങ് ടേം റെക്കോർഡാണ് ഈ എഴുത്ത് ഭാഷ എന്ന് പറയുന്നത്, റിട്ടൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഇൻ സ്പോക്കൺ ഫോം ഇറ്റ് വർക്ക്സ് ആസ് എ മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു മീഡിയ മാത്രമാണ്. ഞാനിത് BEd നോട്ടിലെ ലാംഗ്വേജ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഇവിടെ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കുള്ള എന്തെങ്കിലും ഒരു പോയിൻ്റായിട്ട് എഴുതി വെക്കണമെന്ന് ചോദിച്ചാൽ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആൻ ഇൻട്രഡക്ഷൻ ഒരു ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻട്രഡക്ഷൻ. ആരും പേടിക്കുന്നു വേണ്ട, കാണാതെ പഠിച്ചിട്ട് എസ് എഴുതാൻ വേണ്ടി പഠിക്കുന്നു വേണ്ട. ഓക്കെ, യെസ്, ഇതാണ് ഇൻട്രഡക്ഷൻ. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരും. അപ്പോൾ ഭാഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഭാഷ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, മെയിൻലി ഇറ്റ് സ്പോക്കൺ ആണ്. റിട്ടൺ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ലാംഗ്വേജ് ഇസ് ആൻ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ആസ്പെക്റ്റ് ആണ് ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് സൗണ്ട്സ്, വേർഡ്സ്, പാറ്റേൺസിൻ്റെ ഒരു സിസ്റ്റമാണ് ഭാഷ. ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രഡക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരുണ്ട്. ഏതാണ് ആ പേര്? ഭാഷയുടെ വികാസത്തെയും വളർച്ചയെയും കുറിച്ചൊക്കെ പറയുമ്പോൾ ലോകപ്രശസ്തനായ ഒരു ലിംഗ്വിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തെ നമ്മൾ മറക്കാൻ പാടില്ല. അദ്ദേഹത്തെ നമ്മൾ ആദ്യം ഓർക്കണം. ഏതാണത്? റാഷില ആതിര നോം ചോംസ്കി അല്ലേ. നോം ചോംസ്കിയാണ് 1957 അദ്ദേഹം ജനിച്ചത്. നോം ചോംസ്കി സ്റ്റേറ്റ്സ് ദാറ്റ്, അദ്ദേഹം പറയുന്നു, ചിൽഡ്രൻ ആർ ബോൺ വിത്ത് നോളേജ് ഓഫ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ. ഇത് പരീക്ഷയ്ക്ക് വരുന്നൊരു പോയിൻ്റാണ്. നോം ചോംസ്കിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്. നോം ചോംസ്കി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഹി സ്റ്റേറ്റ്സ്, അദ്ദേഹം പ്രസ്താവിക്കുന്നത്, ചിൽഡ്രൻ ആർ ബോൺ വിത്ത് നോളേജ് ഓഫ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ഓൾ ലാംഗ്വേജസ്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ ചില കഴിവുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അല്ലേ. നോളജ് ഓഫ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഓൾ ലാംഗ്വേജസ്. ഏത് ഭാഷ പഠിക്കാനും വേണ്ട ഗ്രാമർ സ്ട്രക്ചർ കുട്ടിയുടെ ഉള്ളിലുണ്ട് അല്ലേ. സ്റ്റേറ്റ്സ് ദാറ്റ് ചിൽഡ്രൻ ആർ ബോൺ വിത്ത് നോളജ് ഓഫ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഓൾ ലാംഗ്വേജസ്. ലാഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലേ. ലാഡിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരതി, this inborn knowledge explains the success and speed with which they learn language. ഈ ഇൻബോൺ നോളേജാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് സക്സസ് ആൻഡ് സ്പീഡ് വിത്ത് വിച്ച് ദേ ലേൺ ലാംഗ്വേജ്. ഭാഷ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ആരോട് സൂചിപ്പിച്ചു ലാഡ്, LAD. അത് നമ്മൾ വിശദമായിട്ട് ചോംസ്കിയെക്കുറിച്ച് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ചോംസ്കി അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലെന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് കുട്ടികൾ ജനിക്കുന്നത് ഒരു ഇൻബോൺ ടാലൻറ്റുമായിട്ടാണ്. എന്തിനുള്ളത്? ഏത് ഭാഷയും പ്രയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് അവരിൽ ഇൻബോൺ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഇതുവരെയുള്ള എടുത്തിട്ടുള്ള പെഡഗോജി ക്ലാസ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇതിപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കാണാം, അതിൽ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പോയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് താഴ്ത്തരാം, അതിൽ ജോയിൻ ചെയ്യുക. അവിടെ ചോദിച്ചാൽ എല്ലാം കിട്ടും അല്ലേ. എന്ത് ചോദിച്ചാലും കിട്ടും, അച്ഛനും അമ്മയും ഒഴികെ എല്ലാം കിട്ടും അല്ലേ സാഹിറ? അതെ. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഈസ് കോൾഡ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. LP UP പരീക്ഷകൾ മുമ്പ് UPSC പരീക്ഷയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ് ലിംഗ്വിസ്റ്റ്. വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക്സ്? ഇറ്റ്സ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ലാംഗ്വേജ് ഈസ് കോൾഡ് ലിംഗ്വിസ്റ്റിക്സ്. വേറെ സെമാൻറ്റിക്സ്, അങ്ങനെ കുറേ ടേംസുകൾ പഠിക്കാനുണ്ട് നമുക്ക്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഈസ് കോൾഡ് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഇനി ലാംഗ്വേജിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് 2 ഡെഫിനിഷൻസ് നമ്മൾ
നമ്മുടെ D.Ed അല്ലെങ്കിൽ B.Ed മേഖലയിലൊക്കെ കണ്ടുവരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസാണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാവുന്ന രണ്ട് ഡെഫിനിഷൻസാണ്. ഒന്ന് ചോംസ്കിയുടെയും ഒന്ന് സാപ്പിറിൻ്റെയും. ഓക്കെ, വാട്ട് ഈസ് ലാംഗ്വേജ് എന്ന് നമ്മളിപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ പഠിച്ചെങ്കിലും പരീക്ഷയ്ക്ക് ഇതുപോലത്തെ ഡെഫിനിഷനുള്ള സാധ്യതയുണ്ട്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ലാംഗ്വേജ് സെർവ്സ് എസെൻഷ്യലി ഫോർ ദി എക്സ്പ്രഷൻ ഓഫ് തോട്ട്. അതാരാ പറഞ്ഞത്? അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. ചോംസ്കിയാണ് പറഞ്ഞത്. എന്താ? ലാംഗ്വേജ് സെർവ്സ് എസെൻഷ്യലി ഫോർ ദി എക്സ്പ്രഷൻ ഓഫ് തോട്ട്. നമ്മുടെ ആശയ വിനിമയത്തിന്, കൈമാറ്റത്തിന് ലാംഗ്വേജ് സെർവ്സ് എസെൻഷ്യലി, ഏറ്റവും അടിസ്ഥാനപരമായ എസെൻഷ്യലി ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് തോട്ട്സ്. എക്സ്പ്രഷൻ ഓഫ് തോട്ട്സിൻ്റെ ഏറ്റവും എസെൻഷ്യലി ആയിട്ടുള്ള ഒരു എന്താ പറയുക, സെർവ് ചെയ്യുന്നതാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് സെർവ്സ് എസെൻഷ്യലി ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് തോട്ട് എന്ന് പറഞ്ഞത് ആരാണ്? ചോംസ്കി. അതേസമയം ലാംഗ്വേജ് ഇസ് പ്യുവർലി ഹ്യൂമൻ എന്ന് പറഞ്ഞത് ആരാണ്? ലാംഗ്വേജ് ഇസ് പ്യുവർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിങ്ക്റ്റീവ്. ഇത് ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട്, അതായത് നൈസർഗികമായിട്ടുള്ളതല്ല, പൂർണ്ണമായും അത് ഹ്യൂമൻ, പ്യുവർലി ഹ്യൂമൻ ആണ്. നോട്ട് നോൺ ഇൻസ്റ്റിങ്ക്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്, ഐഡിയകളുടെയും ഇമോഷൻസ്, ആശയങ്ങളുടെ, വികാരങ്ങളുടെയും ഡിസയേഴ്സ്, ആഗ്രഹങ്ങളുടെയും ബൈ മീൻസ് ഓഫ് വോളണ്ടറി പ്രൊഡ്യൂസ്ഡ് സിമ്പിൾസ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സിമ്പിളുകളുടെയും ഒക്കെ കമ്മ്യൂണിക്കേഷൻ്റെ എന്താണ്, കമ്മ്യൂണിക്കേഷനാണ്, അതിൻ്റെ രീതിയാണ് ഭാഷ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻസ്റ്റിങ്ക്റ്റീവ് ബട്ട് നോൺ ഇൻസ്റ്റിങ്ക്റ്റീവ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, സാപ്പിർ പറഞ്ഞത്, ലാംഗ്വേജ് ഇസ് പ്യുവർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിങ്ക്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ് ബൈ മീൻസ് ഓഫ് വോളണ്ടറി പ്രൊഡ്യൂസ്ഡ് സിമ്പിൾസ് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ദറ്റ് ഈസ് സാപ്പിർ. ലാംഗ്വേജ് സെർവ്സ് എസെൻഷ്യലി ഫോർ ദി എക്സ്പ്രഷൻ ഓഫ് ദി തോട്ട് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ചോംസ്കി. ഇത് രണ്ടും നോട്ട് ചെയ്യണം, പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലേണിങ്ങിനെ കുറിച്ചും അക്വിസിഷനെ കുറിച്ചുമാണ് പറയുന്നത്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവമായി ചെയ്യുന്ന പ്രവൃത്തികളാണ് ലേണിംഗ്, അല്ലേ? നിങ്ങളിപ്പോൾ യു ആർ ഹിയർ ഫോർ വാട്ട്? ലേണിംഗ്, അല്ലേ? ഒരു ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയാണ് നിങ്ങളോട് വന്നിരിക്കുന്നത്, പഠിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അല്ലേ? പഠനം എന്ന് പറയുന്നത് ദറ്റ് ഈസ് എന്താണ്, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലേ? ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് അക്വയറിങ് ന്യൂ സ്കിൽസ്. ലേണിംഗ് എന്ന് പറയുന്നത് ന്യൂ സ്കില്ലുകൾ അക്വയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നോളേജ് അക്വയർ ചെയ്യുന്ന പരിപാടിയാണ്. ആൻഡ് ഇംപ്രൂവിങ് ദി എക്സിസ്റ്റിംഗ് സ്കിൽസ് ഓൾസോ. നമുക്ക് നിലവിൽ എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടാവാം, ആ സ്കില്ലിനെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്ന പരിപാടിനെ നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ അണ്ടർഗോസ് എ ചേഞ്ച് ഇൻ ഹിസ് ഓർ ഹെർ നോളേജ് ആൻഡ് ബിഹേവിയർ ഓൺ അക്കൗണ്ട് ഓഫ് ലേണിംഗ്. പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു? അണ്ടർഗോസ് എ ചേഞ്ച്, ഒരു മാറ്റത്തിന് അണ്ടർഗോ ചെയ്യുകയാണ്, വിധേയമാകുന്നുണ്ട്, അല്ലേ? എല്ലാവരും പഠിക്കുന്ന സമയത്ത് അയാൾ നിലവിലുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഒരു പഠനം കഴിയുമ്പോൾ നമ്മളൊന്ന് മാറുന്നുണ്ട്, ഒരു മാറ്റം, അല്ലേ അൻസാരി? നമ്മൾ ഒരു കുളി കഴിഞ്ഞ് വരുന്നത് പോലെയാണ് ഓരോന്നും പഠിക്കുമ്പോൾ നമ്മളൊന്ന് മാറുന്നുണ്ട്. ഓക്കെ, എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ ഇൻ അക്വയറിങ് സ്കിൽസ്. എന്നാൽ ഈ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ എല്ലാവരും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും വ്യത്യാസമുണ്ട്. വൺ അനദർ ഇൻ അക്വയറിങ് സ്കിൽസ്, which means everyone has different rate of or speed of learning. എല്ലാവർക്കും അവർ പഠിക്കുന്നതിൽ ഡിഫറെൻ്റ് റേറ്റ്, വ്യത്യസ്ത അളവിലോ സ്പീഡിലും വ്യത്യാസമുണ്ട്. പലരും പല രൂപത്തിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ചിലർ വേഗത്തിൽ പഠിക്കും, ചിലർ പതുക്കെ പഠിക്കും, ചിലർ പെട്ടെന്ന് മനസ്സിലാവും, ചിലർ കുറച്ച് സമയം എടുക്കും. ഓക്കെ, സർട്ടൈൻ ഫാക്ടേഴ്സ് സച്ച് ആസ് എൻവയോൺമെൻറ്റ്, ലേണേഴ്സ് എബിലിറ്റി, ആളുകളുടെ പരിസ്ഥിതി, എബിലിറ്റി, അവരുടെ കഴിവ്, മോട്ടിവേഷൻ, ടീച്ചേഴ്സ് ക്യാപ്പബിലിറ്റീസ്, എടുക്കുന്ന ആളുടെ കഴിവ്, അല്ലെ, നിങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ കഴിവ്, വേസ് ഓഫ് ഇമ്പാർട്ടിങ് നോളേജ്, ഓൾ ഇമ്പാക്റ്റ് വൺസ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരാളുടെ ലേണിംഗ് എക്സ്പീരിയൻസിനെ എന്തൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്? ഏതെല്ലാം ഘടകങ്ങളാണ് ഒരു വ്യക്തിയുടെ അറിവിനെ, ലേണിംഗ് എക്സ്പീരിയൻസിനെ ബാധിക്കുന്നത്? ഏതൊക്കെ ഘടകങ്ങളാണോ പറയാമോ? അജിത, അശ്വതി, എന്തൊക്കെയാ?
എന്തൊക്കെ, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട്സ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് എ learner? Which are the factors which affect the learning experience of a learner? പറഞ്ഞേ. അയാളുടെ എൻവിയോൺമെൻ്റ് അല്ലേ, അയാളുടെ പഠിക്കുന്ന പരിസ്ഥിതി അയാളെ സ്വാധീനിക്കുന്നുണ്ട്. ലേണറുടെ എബിലിറ്റി ഒരു ഘടകമാണ് അല്ലേ, മോട്ടിവേഷൻ ഘടകമാണ്, ടീച്ചേഴ്സ് കേപ്പബിലിറ്റി ഒരു ഘടകമാണ് അല്ല, ഫാക്ടറാണ്. വേസ് ഓഫ് ഇമ്പാർട്ടിങ് നോളേജ്, എങ്ങനെയാണോ അറിവിനെ അയാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അത് അയാളുടെ ലേണിംഗ് എക്സ്പീരിയൻസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഒരു ലേണറുടെ ലേണിംഗ് എക്സ്പീരിയൻസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, എൻവയോൺമെൻറ്റ്, ലേണേഴ്സ് എബിലിറ്റി, മോട്ടിവേഷൻ, ടീച്ചേഴ്സ് കേപ്പബിലിറ്റീസ്, വേ ഓഫ് ഇമ്പാർട്ടിങ് നോളേജ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, ഇറ്റ്സ് അക്വയറിങ് ന്യൂ സ്കില്ല്. പുതിയ സ്കിൽസിനെ അക്വയർ ചെയ്യുന്ന പരിപാടിയാണ് ലേണിംഗ്. ഓക്കെ, പുതിയ സ്കിൽസിനെ അല്ലെങ്കിൽ പുതിയ നോളേജിനെ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ലേണിംഗ് എന്ന് ചോദിച്ചാൽ, ലേണിംഗ് പ്രോസസ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് അക്വയറിങ് ന്യൂ സ്കിൽസ് ഓർ നോളേജ്. ഓക്കെ, ആൻഡ് ഇംപ്രൂവിങ് ദ എക്സിസ്റ്റിംഗ് സ്കിൽസ്. ഇത്രയേ ഉള്ളൂ ലേണിംഗ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോട്ട് എഴുതണമെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഒന്ന് വാട്ട് ഈസ് ലേണിംഗ് ആൻഡ് വിച്ച് ആർ ദ ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ സ്വാധീനിക്കുന്നത് ലേണിങ്ങിനെ, മതി. ഓക്കെ, ഗോട്ട് ഇറ്റ്? യെസ്. ഇനി ടൈപ്സ് ഓഫ് ലേണിംഗ്, വ്യത്യസ്ത തരം ലേണിങ്സ് ഉണ്ട്. 3 തരത്തിലുള്ള ലേണിങ്സുകളുണ്ട്. ഒന്ന് മോട്ടോർ ലേണിംഗ്. എന്താണ് റോസ്, അശ്വതി, റിൻസി, ജോൺ? 3 തരത്തിലുള്ള ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് മോട്ടോർ ലേണിംഗ്. മോട്ടോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് അവർ ആക്ടിവിറ്റീസ് ഇൻ എ ഡേ ടു ഡേ ലൈഫ് റെഫർ ടു മോട്ടോർ ആക്ടിവിറ്റീസ്. മോട്ടോർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് എന്തുണ്ട്? നിങ്ങളെന്താ റിപ്ലൈ തരാത്തെ? മോട്ടോർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് എന്തുണ്ട്? മോട്ടോർ, അതിനകത്തൊരു മോഷൻ ഉണ്ട് അല്ലേ, ചലനമുണ്ട്. മോട്ടോർ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ മോഷനുണ്ട്, ചലനമുണ്ട്. യെസ്, വാക്കിംഗ് അല്ലേ, നടക്കാൻ പഠിക്കണത്, റണ്ണിങ്, ഓടാൻ പഠിക്കണത്, ഡ്രൈവിങ്, ക്ലൈംബിങ്, ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് മസ്കുലാർ കോർഡിനേഷൻസ്. അങ്ങനെ മസ്കുലാർ കോർഡിനേഷനുള്ള പഠനങ്ങളെല്ലാം മോട്ടോർ ലേണിംഗ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഒന്ന് മോട്ടോർ ലേണിംഗ് ആണ്. നമ്മുടെ മസിൽസ് യൂസ് ചെയ്തിട്ടുള്ള, മസ്കുലാർ കോർഡിനേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലേണിങ്ങും. നെക്സ്റ്റ് വെർബൽ ലേണിംഗ്. എന്താ ഈ വെർബൽ ലേണിംഗ്? ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ്, അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ് അല്ലെ, മോട്ടോർ വെർബൽ, മോട്ടോർ മോഷൻ അല്ലേ, മസ്കുലാർ കോർഡിനേഷൻ വെച്ചുകൊണ്ടുള്ള നടത്തവും ഓട്ടവും ഡ്രൈവിങ്ങും ഒക്കെയാണ്. എന്നാൽ വെർബൽ ലേണിംഗ്, ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇൻവോൾവ്സ് ദ ലാംഗ്വേജ് വി സ്പീക്ക്, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ്, ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് വി അഡോപ്റ്റ്, നമ്മൾ സ്വീകരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ ഇസ് പാർട്ട് ഓഫ് വെർബൽ ലേണിംഗ്. ഓക്കെ, അൻസി, അജിത, അനുജ, ഉദാഹരണം പറഞ്ഞേ, വെർബൽ ലേണിങ്ങിന് ഉദാഹരണം പറഞ്ഞേ, കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. ഷിച്ചിന, സൈൻസ്, പിക്ചേഴ്സ്, സിമ്പിൾസ്, വേർഡ്സ്, സൗണ്ട്സ്, ദോസ് ആർ ദ വെർബൽ ലേണിംഗ് അല്ലേ. സൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത് സംതിങ് വെർബൽ ആക്ടിവിറ്റിയാണ് അല്ലേ. ഓക്കെ, സൈൻസുകൾ, നമ്മൾ സൈൻ കാണുമ്പോൾ, പിക്ചേഴ്സ്, വെർബൽ ടൈപ്സ് ഓഫ് ലേണിംഗ് ഇൻവോൾവ്സ് ദ ലാംഗ്വേജ്. അപ്പോൾ നമ്മളൊരു സൈൻ നടക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സംഗതികൾ, സംടൈംസ് ഇറ്റ് മേ ബി ലാംഗ്വേജ്. ഓക്കെ, ഭാഷ ഉപയോഗിച്ചിട്ടാവാം. ചിലപ്പോൾ ഏതെങ്കിലും സയൻസുകൾ, പിക്ചേഴ്സോ അല്ലേ, സയൻസ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, സിമ്പിൾസുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അല്ലേ, സിമ്പിൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേർഡ്സ്, സൗണ്ട്, ഇതെല്ലാം വെർബൽ ലേണിങ്ങിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തേത് കൺസെപ്ച്വൽ ലേണിംഗ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ് കൺസെപ്ച്വൽ ലേണിംഗ് ആണ്. ഇൻ ദിസ് ഫോം ഓഫ് ലേണിംഗ് വി റിക്വയർ ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സ്. ഹയർ ഓർഡർ മെൻ്റൽ, ഇത് കുറച്ച് ലെവൽ വേറെയാണ്. ഓടാനും ചാടാനും ചെയ്യുന്ന പോലെയല്ല, ജസ്റ്റ്
നമ്മൾ വളരെ നോർമലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത് പോലെയല്ല. കൺസെപ്ച്വൽ ലേണിംഗ് ഈസ് എന്ന് പറഞ്ഞാൽ സംതിങ് ഹയർ അല്ലേ. ഇറ്റ്സ് എ ഫോം ഓഫ് ലേണിംഗ് വി റിക്വയർ ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ലൈക്ക് തിങ്കിങ്, ചിന്തിക്കുന്നത്, റീസണിങ്, ഇൻ്റലിജൻസ്, ബുദ്ധി. വിത്ത് യൂസ് ഓഫ് ദീസ് ദ ചൈൽഡ് ലേൺസ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് അല്ലെ. ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ കോമൺ സെൻസ്, ബുദ്ധി, അല്ലെങ്കിൽ അയാളെ ചിന്തിക്കാനുള്ള തിങ്കിങ് കപ്പാസിറ്റി. അപ്പോൾ തിങ്കിങ്, റീസണിങ് ആൻഡ് ഇൻ്റലിജൻസ്, ഈ ഒരു ഹയർ ലെവൽ ഓഫ് എന്താ പറയുക നോളേജ് അക്വയറിങ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നതാണ് കൺസെപ്ച്വൽ ലേണിംഗ്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? 3 types of learning. Salina, which are the 3 types of learning? Motor learning, verbal learning and conceptual learning. അല്ലേ ലിഡിയ പറയൂ ലിഡിയ. മോട്ടോർ ലേണിംഗ്, വെർബൽ ലേണിംഗ് ആൻഡ് കൺസെപ്ച്വൽ ലേണിംഗ്, ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ലേണിംഗ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജിനെ കുറിച്ചാണ് പഠിച്ചു. വാട്ട് ഈസ് ലാംഗ്വേജ് എന്ന് പഠിച്ചു. നമ്മൾ പഠിക്കുന്ന നമ്മളെ അധ്യായത്തിൻ്റെ പേര് ലാംഗ്വേജ് ആൻഡ് അക്വിസിഷൻ എന്നാണ്. ഓക്കെ, സോറി, ലേണിംഗ് ആൻഡ് അക്വിസിഷൻ. സോറി, ലാംഗ്വേജ്, ലേണിംഗ് ആൻഡ് അക്വിസിഷൻ. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് ലേണിങ്ങിനെ കുറിച്ചാണ്. ലേണിംഗ്, ലാംഗ്വേജ്, ലേണിംഗ് ആൻഡ് അക്വിസിഷൻ. ലേണിംഗ് എന്താണെന്ന് മനസ്സിലായി, ടൈപ്സ് ഓഫ് ലേണിങ്ങും പഠിച്ചു. ദെൻ വാട്ട് ഈസ് അക്വിസിഷൻ? ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ലേണിംഗ് ഈസ് എ കോൺഷ്യസ് പ്രോസസ്സ് അല്ലേ. പക്ഷേ അക്വിസിഷൻ എന്ന് പറയുന്നത് രണ്ടും പഠിക്കലാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാലും പഠിത്തമാണ്, അക്വിസിഷനും പഠിത്തമാണ്. നമ്മളെ ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടായി ജനിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ വളർന്ന് വലുതാകും തോറും അവൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2 തരം പഠനമുണ്ട്. ഒന്ന് അക്വിസിഷൻ അല്ലേ, മറ്റൊന്ന് ലേണിംഗ്. നമ്മളിപ്പോൾ എന്ത് പഠനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്? ലാംഗ്വേജ് പഠനത്തെക്കുറിച്ച്. പലതും അവൻ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജ് പഠനത്തെക്കുറിച്ചാണ്, ഭാഷ പഠനത്തെക്കുറിച്ചാണ് ഈ അധ്യായം. ബിക്കോസ് യു ആർ വാച്ചിങ് ആൻ ഇംഗ്ലീഷ് ക്ലാസ്, യു ആർ സിറ്റിംഗ് ഇൻ you are attending a language class, so we are discussing about the language. നമ്മൾ ഭാഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭാഷയുടെ വളർച്ചയിൽ ഭാഷാ പഠനം 2 രീതിയിലാണ്. ഒന്നുകിൽ എന്താണ് ലേണിംഗ് അല്ലെങ്കിൽ അക്വിസിഷൻ. ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്വിസിഷനാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേണിംഗ് ആൻഡ് അക്വിസിഷൻ? ദ മെയിൻ ഡിഫറൻസ് ഇസ് ദാറ്റ്, എന്താ ശ്രുതി, എന്താണ് ആതിര, റോസ്, പ്രധാനപ്പെട്ട റിൻസി, അൻസാരി? ഒന്ന് കോൺഷ്യസ് പ്രോസസ്സാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല, നിങ്ങളിവിടെ ഇരുന്ന് പഠിക്കുന്നത് നിങ്ങൾ കൃത്യമായി ഇപ്പോൾ രാത്രി 10 മണിയാണ് കിടന്നുറങ്ങേണ്ട സമയമൊക്കെ, ഇപ്പോൾ വീട്ടിലെ പണികളൊക്കെ തീർത്ത് കുട്ടികളെ മക്കളൊക്കെ കിടത്തി ഉറക്കി എല്ലാവരോടും പറഞ്ഞ് എല്ലാം ഒന്ന് സോൾവ് ചെയ്തിട്ടൊക്കെ സെറ്റിലാക്കിയിട്ട് പോന്നിരിക്കുകയാണ്, ക്ലാസ്സിലിരിക്കുകയാണ്. വളരെ ബോധത്തോടു കൂടിയപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്, കുറേയൊക്കെ മനസ്സിലാകുന്നുണ്ട്, കുറേയൊക്കെ മനസ്സിലാകും അല്ലേ. പക്ഷേ അക്വിസിഷൻ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവിടെ എന്തില്ല, അതൊരു സബ് കോൺഷ്യസ് പ്രോസസ്സാണ്. എന്താണ്? അക്വിസിഷൻ ഈസ് നോട്ട് എ കോൺഷ്യസ് പ്രോസസ്, ഇറ്റ്സ് എ സബ് കോൺഷ്യസ് പ്രോസസ്സാണ്. ചിൽഡ്രൻ ലേൺ ലാംഗ്വേജ് വിതൗട്ട് കോൺഷ്യസ്ലി സ്റ്റഡിയിങ് ഗ്രാമർ റൂൾസ്. ഇവിടെ എന്തില്ല, ബോധപൂർവമുള്ള ഗ്രാമർ പഠനം അക്വിസിഷനിലില്ല. ഇത് സബ് കോൺഷ്യസ് പ്രോസസ്സാണ്. സിമിലർ ടു ഫസ്റ്റ് ലാംഗ്വേജ്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്, നമ്മളെ മദർ ടങ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മദർ ടങ് പഠിക്കുന്നത്? നമ്മൾ ആരെങ്കിലും എഴുതി തന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ആരും പഠിപ്പിക്കുന്നതാണോ? അല്ല. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഏതാനും മാസങ്ങൾ പ്രായമുള്ള സമയത്ത് തന്നെ നമ്മൾ കണ്ടും കേട്ടും അക്വയർ ചെയ്യുകയാണ് ലാംഗ്വേജ് അല്ലേ. അച്ഛനും അമ്മയും ഇങ്ങനെ വരുന്നു, അങ്ങനെ നമ്മൾ ആദ്യത്തെ ചില വാക്കുകൾ യൂസ് ചെയ്യുന്നില്ലേ. കൂയിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ചില വേർഡ്സൊക്കെ നമ്മൾ തുടക്കത്തിൽ പറയാൻ തുടങ്ങുന്നു അല്ലേ. അങ്ങനെ പാല് കുടിക്കാനൊക്കെ പറയാം, അമ്മമ്മമാണെന്ന് പറയും. അങ്ങനെ ഈ സാധനം അമ്മമ്മ എന്ന് പറഞ്ഞാൽ ഇന്ന സാധനമാണ് നമുക്ക് കിട്ടാൻ പോണത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പിന്നെ ഇങ്ങനെ അത് വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഹൗ ദേ ലേൺഡ് ദെയർ വെരി ഫസ്റ്റ് ലാംഗ്വേജസ്. ബേബി ആയിരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുന്നത് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടാണോ? അല്ല, അതൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നാച്ചുറൽ പ്രോസസ്സായിട്ട് നടക്കുന്നത്, സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നടക്കുന്നു. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കുന്നതൊക്കെ അക്വിസിഷനാണ്. അപ്പോൾ അക്വിസിഷൻ എക്സ്പീരിയൻസിൽ പഠിക്കുന്നു. ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് സൗണ്ട്സ് റൈറ്റ് റോങ്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്, എക്സ്പീരിയൻസിലൂടെയാണ്. മോസ്റ്റ് ലൈക്ക് എ ഫീലിംഗ്.
ഓക്കെ, നമ്മളെല്ലാം ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കുന്നു പല കാര്യങ്ങളും. നാച്ചുറലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പെട്ടെന്ന് വളരെ കോമൺ ആയിട്ട് നാച്ചുറലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പലതും നമ്മൾ വല്ലാതെ എന്താ പറയുക ലേൺ ചെയ്തിട്ടല്ല, അക്വയർ ചെയ്തിട്ടാണ്. ടു ലേൺ കിഡ്സ് നീഡ് റിയൽ കോൺവെർസേഷൻ, നോട്ട് ജസ്റ്റ് ലെസൺ ഓൺ ഗ്രാമർ. നമ്മളിത് പഠിക്കുന്നത് ഗ്രാമർ പഠിച്ചിട്ടല്ല, നാച്ചുറൽ കോൺവെർസേഷൻ നടത്തുന്നത് അല്ല. കേട്ടിട്ട് അത് തന്നെ സിനോപ്പി അത് തന്നെ. ഓക്കെ, ഫോക്കസ് ഓൺ മീനിങ്ങിൽ നമ്മൾ ഫോക്കസ് ഓൺ മീനിങ്. ഇറ്റ്സ് മോർ അബൌട്ട് വാട്ട് സെഡ് ദാൻ ഹൗ ഇറ്റ്സ് സെഡ്. പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളത്, എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? ഹൗ ഇറ്റ്സ് സെഡ്, മോർ അബൌട്ട് വാട്ട് സെഡ്. ഇറ്റ്സ് മോർ അബൌട്ട് വാട്ട് സെഡ് ദാൻ ഹൗ ഇറ്റ്സ് സെഡ്. എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, എന്തു പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. ആശയത്തിനാണ് പ്രാധാന്യം അല്ലേ? ബോറടിക്കുന്നുണ്ടോ? സിമ്പിളായത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കാണാം. ക്വസ്റ്റ്യൻസ് ഒന്നും ഇത്ര ടഫല്ല. നോട്ട് പറയുമ്പോൾ കുറച്ച് ടഫായി പറയുന്നുള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിരിക്കും കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ, പിന്നെ കുറച്ച് ടഫായിട്ടിരുന്നാലേ ചോദ്യം വരുമ്പോൾ ഇത്ര എളുപ്പമായിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ടൊക്കെ ചെയ്യിക്കും, നോ പ്രോബ്ലം. ഓക്കെ, അക്വയറിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ്. ഈ കമ്മ്യൂണിക്കേഷൻ അക്വയർ ചെയ്യുന്നത് യങ് സ്റ്റുഡൻസ് പിക്കപ്പ് ലാംഗ്വേജ് ടു ടോക്ക് ടു ദ ഫ്രണ്ട്സ്. ഈ യങ് ആയിട്ട് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ, അവരൊക്കെ ക്ലാസ്മേറ്റ്സിനോട് സംസാരിച്ചിട്ടാണ് ഭാഷ പഠിക്കുന്നത്. ക്ലാസ്മേറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവർ ലാംഗ്വേജ് പഠിക്കുന്നു. അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, ദാറ്റ് ഈസ് എ സബ് കോൺഷ്യസ് പ്രോസസ്സ്. അപ്പോൾ ബേസിക്കലി അക്വിസിഷൻ ഈസ് എ സബ് കോൺഷ്യസ് പ്രോസസ്സ്. ഇത് നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ബേസിക്കലി അക്വിസിഷൻ, ഇതൊന്നും ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് കോൺഷ്യസ് പ്രോസസ്സ്. അൻസി ബി എസ്, താങ്ക്സ് എ ലോട്ട്. സബ് കോൺഷ്യസ് പ്രോസസ്. ലേണിംഗ് എന്ന് പറഞ്ഞാലോ, ലേണിംഗ് ദാറ്റ് ഈസ് കോൺഷ്യസ് പ്രോസസ്. അപ്പോൾ ലേണിംഗ് മീൻസ് ദാറ്റ് ഈസ് കോൺഷ്യസ് ആൻഡ് ദിസ് ഈസ് സബ് കോൺഷ്യസ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്, വീണ്ടും അതിനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതായത് അക്വിസിഷനും ലേണിംഗും, നമ്മൾ എന്താണ് ലേണിംഗ് എന്ന് ആദ്യം പഠിച്ചു, പിന്നെ അക്വിസിഷൻ എന്താ, രണ്ടിൻ്റെ പ്രത്യേകത വേറെ പഠിച്ചു. ഇനി നമുക്കത് ഒരുമിച്ച് പറയാം. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്? ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അക്വയറിംഗ് ലാംഗ്വേജ് ആൻഡ് ലേണിംഗ് ലാംഗ്വേജ്. ഭാഷ അക്വയർ ചെയ്യുക എന്ന് പറയുന്നതിലും ഭാഷ ലേൺ ചെയ്യുക എന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അക്വിസിഷൻ ഓഫ് ദ ലാംഗ്വേജ് ടേക്സ് പ്ലേസ് ക്വയറ്റ് നാച്ചുറലി ആൻഡ് ലേണിംഗ് ഓഫ് ലാംഗ്വേജ് ടേക്ക് പ്ലേസ് ക്വയറ്റ് കോൺഷ്യസ്ലി. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. സബ് കോൺഷ്യസ് ആയിട്ട് നടക്കുന്നു ഒന്ന്, അതാണ് പറഞ്ഞത്. നാച്ചുറലി നടക്കുന്നു, ടേക്ക് പ്ലേസ് നാച്ചുറലി. ഏത്? അക്വിസിഷൻ ടേക്സ് പ്ലേസ് നാച്ചുറലി, ദാറ്റ് മീൻസ് in a subconscious mind. But the learning which takes place in a conscious mind, consciously. അതന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? അതന്നെ കേട്ടോ. മദർ ടങ് ഈസ് അക്വയർഡ് ആൻഡ് അതർ ടാർഗറ്റഡ് ലാംഗ്വേജ് ആർ ലേൺഡ്. നമ്മൾ മദർ ടങ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? മദർ ടങ് വെദർ ഇറ്റ് ഈസ് അക്വിസിഷൻ ഓർ ലേണിംഗ്. മദർ ടങ് എന്ന് പറയുന്നത് അക്വിസിഷൻ ആണോ ലേണിംഗ് ആണോ? അനുജ രാജേഷ്, നമ്മൾ അരുമ ശിശിയാണ് അനുജ. ഒരുപാട് സന്തോഷം. ഓക്കെ, എല്ലാവരും ഉണ്ട്. റിൻസി, ഓക്കെ, വെരി ഗുഡ്, എല്ലാവരും ഉണ്ട് ക്ലാസ്സിലൊക്കെ. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ മദർ ടങ് പഠിക്കുന്നത് അക്വിസിഷൻ ആണോ? മദർ ടങ് വെദർ ഇറ്റ് ഇസ് അക്വിസിഷൻ ഓർ ലേണിംഗ്? മദർ ടങ് പഠിക്കുന്നത് ലേണിംഗ് അല്ല, അക്വിസിഷൻ ആണ്. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതോ? സെക്കൻഡ് ലാംഗ്വേജ് സാധാരണ രീതിയിൽ ലേണിംഗ് ആണ് അല്ലേ? യെസ്, അതാണ് അതിൻ്റെ മാറ്റം. സെക്കൻഡ് ലാംഗ്വേജ് ഇസ് ലേൺഡ്, അത് ടാർഗറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ഈസ്, അവസാനം പറയുന്ന പോയിന്റ് നോക്കിയേ, ലാംഗ്വേജ് ഈസ് ബെറ്റർ അക്വേർഡ് ദാൻ ലേൺഡ്. അത് ലേൺ ചെയ്യുന്നതിനേക്കാൾ അക്വയർ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ് പറഞ്ഞല്ലോ. ഇനി ഈ പോയിന്റിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വരാം.
ഓക്കെ, അക്വിസിഷൻ ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി പറയുന്നതാണ്. ഇത് ഫ്രോംകിൻ്റെ ബുക്കിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ തപ്പി തടയുന്നത് ബിക്കോസ് യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, അതുകൊണ്ടാണത് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നോക്കൂ, അക്വിസിഷൻ ഒരു ഉദാഹരണമാണ് വാക്കിംഗ്. വാക്കിംഗ് നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? നടക്കാൻ പഠിക്കുന്നത് ഇറ്റ്സ് അക്വിസിഷനാണ്. നോ വൺ ടീച്ചേഴ്സ് ദ ചൈൽഡ് ടു വാക്ക് ബട്ട് ഹീ ഈസ് ഏബിൾ ടു വാക്ക്. അല്ലേ? ഒരു നോർമലായ ഒരു ചൈൽഡിനെ കേട്ടോ, സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്, നോർമൽ ചൈൽഡിനെ ആരും നടക്കാൻ പഠിപ്പിക്കുന്നില്ല, സ്വന്തമായിട്ട് പഠിക്കുകയാണ്. എന്നാൽ റീഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരികയാണെങ്കിൽ വായിക്കാൻ പഠിക്കുന്നത് നടക്കാൻ പഠിക്കുന്ന പോലെയാണോ? അല്ല. ഇഫ് എ ചൈൽഡ് ഈസ് നോട്ട് ടോട്ട് ടു റീഡ്, ഹീ ഈസ് നോട്ട് ഏബിൾ ടു റീഡ്. വായിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിലും മൂപ്പർക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ അതാണ് അക്വിസിഷനും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതാണ് അല്ലേ? We know that walking is a process of acquisition. All children are able to walk without any instruction and tutoring or one teaches them to walk. ആരും പഠിപ്പിക്കേണ്ട, ഒരു ടീച്ചർ നടക്കാൻ പഠിപ്പിക്കേണ്ട. Reading is a learning process. അത് ലേണിംഗ് പ്രോസസ്സാണ്, because he or she taught to read so that he or she is able to read. As we know, many people all over the world are not able to read because you are not taught to do so. അല്ലേ? നമ്മളാരെയും പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക നിങ്ങളോട് കുറച്ച് 4 ഓപ്ഷൻ തരാണ്. അതിൽ വിച്ച് വൺ ഈസ് ദ, അല്ലെങ്കിൽ റീഡിങ് ആൻഡ് വാക്കിംഗ്, വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അക്വിസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? സിനൂപ്പി സൂം ചെയ്യാനുള്ള ടെക്നോളജി ഇപ്പം എൻ്റെ കയ്യിലില്ല. അതിനുള്ള ടെക്നോളജി നമുക്ക് ഉണ്ടാക്കണം. എൻ്റെ കയ്യിലൊരു കീബോർഡ് ഉണ്ടെങ്കിൽ കൺട്രോൾ പിടിച്ച് കഴിഞ്ഞാൽ സൂം ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കൺട്രോൾ പിടിക്കാൻ എൻ്റെ കയ്യിൽ കീബോർഡില്ല കേട്ടോ. ഓക്കെ, ഞാൻ അത് പ്രത്യേകിച്ച് സൂം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. ഇത്രയും വലിയ വലുപ്പത്തിൽ എഴുതി വെച്ചിട്ട് എൻ്റെ സിനൂപ്പി ഇതൊന്നും വായിക്കാൻ പറ്റുന്നില്ലേ, വയസ്സായി കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ സംഗതി രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. വാട്ട് ഈസ് അക്വിസിഷൻ, വാട്ട് ഈസ് ലേണിംഗ്. ഒന്ന് വാക്കിംഗ്, ഒന്ന് റീഡിങ്. ഓക്കെ, ഇതൊരു അഡീഷണൽ പോയിന്റ് പറയുകയാണെ, ഇതൊന്ന് സൂക്ഷിക്കേണ്ട കേസാണ്. ലാംഗ്വേജ് അക്വിസിഷൻ എന്താണെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ ഒരു നോട്ടിൽ ഉള്ള, അതായത് ഞാൻ വ്യത്യസ്തമായ നോട്ടുകളിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് തരുന്നത്. അതുകൊണ്ട് എവിടെ നിന്നാണ് ഈ ചോദ്യം, ആരാണ് ഇടുന്നത് അല്ലെങ്കിൽ എവിടെ നിന്ന് ഇടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം വരും. അപ്പോൾ നോക്കിയേ, ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ് ആണല്ലോ. സബ് കോൺഷ്യസ് മൈൻഡിലാണ് നടക്കുന്നത്, ഉള്ളിലല്ലേ നടക്കുന്നതാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ്. അതിൽ എന്തായാലും സംശയമില്ല, ലാംഗ്വേജ് അക്വിസിഷൻ അല്ലേ. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ ബ്രാഞ്ച് ഓഫ് സൈക്കോ ലിംഗ്വിസ്റ്റിക്. ഇത് സൈക്കോ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഒരു ബ്രാഞ്ചാണ് സത്യത്തിൽ ഈ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗമാണ്. ദർ ആർ 2 schools in psychology. സൈക്കോളജിയിൽ ഈ പറഞ്ഞ ലാംഗ്വേജ് അക്വിസിഷന് 2 ബ്രാഞ്ച് ഉണ്ട്. 2 schools in psychology that hold different views of language acquisition. അപ്പോൾ ഭാഷയുടെ ലാംഗ്വേജ് അക്വിസിഷന് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാഴ്ചപ്പാടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി അക്വിസിഷൻ എന്താണെന്നൊക്കെ പഠിച്ചതാണ്. ഈ അക്വിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയുന്നു. ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ്. ഇത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗം. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര വിഭാഗമാണ്, സൈക്കോളജിയുടെ ഒരു ശാസ്ത്ര വിഭാഗമാണ്. അപ്പോൾ അവിടെ ഈ ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ലാംഗ്വേജ് അക്വിസിഷന് 2 സ്കൂൾസ് ഉണ്ട്, 2 കാഴ്ചപ്പാടുകളുണ്ട്, 2 സിദ്ധാന്തങ്ങളുണ്ട്, 2 തരത്തിലുള്ള പഠനമുണ്ട്. ഒന്ന് എംപാരിറ്റിക് സ്കൂൾ എന്ന് പറയും, എംപാരിസിസ്റ്റ് സ്കൂൾ. മറ്റൊന്ന് റാഷണലിസ്റ്റ് സ്കൂൾ. എംപാരിസിസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എംപാരിസിസ്റ്റ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. മെയിൻറ്റെയിൻസ് ദ വ്യൂ ദാറ്റ് ദ ഹ്യൂമൻ ചൈൽഡ്സ് ബ്രെയിൻ വെൻ ഇറ്റ്സ് ബോൺ ലൈക്ക് എ ക്ലീൻ സ്ലേറ്റ്. ഈ എംപാരിസിസ്റ്റ് സ്കൂൾ ആശയത്തിൽ പറയുന്നത്, സ്കൂളിൽ പറയുന്നത് വെച്ചാൽ അക്വിസിഷനെ കുറിച്ചാണ് പറയുന്നത്.
ഒരു കുട്ടിയുടെ മനസ്സ് അയാൾ ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ മനസ്സൊരു ക്ലീൻ സ്ലേറ്റ് പോലെയെന്ന് പറയുന്നത്. എന്താണ് ക്ലീൻ സ്ലേറ്റ്? which means that the child is born without any special capacity for language. ഭാഷ പഠിക്കാൻ ഒരു സ്പെഷ്യലായ കപ്പാസിറ്റിയും ഇല്ല എന്ന് പറയുന്നത് ഏത് സ്കൂളാണ് സുജിത, സുനിത, ഷിജി, ജിജീഷ്, അനുജ, രാജേഷ് ആൻഡ് ജൂബി, അശ്വതി, സലീന, നമ്മളെ എരുമശിച്ച സലീന ഉണ്ടല്ലോ ക്ലാസ്സിലുള്ള സലീന. ഓക്കെ, അതായത് ആ ഒരു തെളിഞ്ഞ സ്ലേറ്റാണ്, ഒരു ക്ലീൻ സ്ലേറ്റ് ആണെന്ന് പറയുന്നത് എംപയറിസിസ്റ്റ് സ്കൂളാണ്. അതേസമയം റാഷണലിസ്റ്റ് സ്കൂൾ പറയുന്നത് അങ്ങനെയല്ല. ഹോൾഡ്സ് ദ വ്യൂ ദാറ്റ് ദ ഹ്യൂമൻ ചൈൽഡ് ഈസ് ബോൺ വിത്ത് ആൻ ഇന്നേറ്റ് എബിലിറ്റി, ഒരു ഇന്നേറ്റ് എബിലിറ്റി ഫോർ ലാംഗ്വേജ്. ഭാഷ പഠിക്കാനുള്ള ഒരു ഇന്നേറ്റ് എബിലിറ്റിയുമായിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. The innate ability combined with exposure to their native language helps children pick up their native language easily. അങ്ങനെ ഇന്നേറ്റ് സ്കില്ല് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി ഹെൽപ്സ് ചിൽഡ്രൻ പിക്കപ്പ് ദ നേറ്റീവ് ലാംഗ്വേജ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് പഠിച്ചു വരുന്നതെന്ന് പറയുന്നു. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിനെ ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ. ജനിക്കുന്നതിന് മുന്നേ മനസ്സിൽ ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ. ആരാത്? ടൈപ്പ് ചെയ്തോളൂ. അപ്പോൾ എംപയറിസിസ്റ്റ് സ്കൂൾ പറയുന്നു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് വേറൊരു കഴിവില്ല, ക്ലീൻ സ്ലൈറ്റ് ആയിട്ടാണ് വരുന്നത്, ഒരു സ്പെഷ്യൽ കപ്പാസിറ്റി ഇല്ല. എന്നാൽ റാഷണലിസ്റ്റ് സ്കൂൾ പറയുന്നു ഇന്നേറ്റ് എബിലിറ്റി ഉണ്ട് കുട്ടിക്ക് എന്ന് പറയുന്നു. അല്ലേ? യെസ്. ഷിജി ജേഷ് എപ്പോൾ എത്തിയിട്ടുള്ളോ? വെരി ഗുഡ്. ആരെ നിങ്ങൾക്ക് ഓർമ്മ വന്നത്? ചോംസ്കീനെ അല്ലേ? ചോംസ്കീനെയാണ് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പോൾ നോം ചോംസ്കിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതിന് മുന്നേ നമ്മൾ ക്രഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ക്രഷൻസിൻ്റെ തിയറിയെക്കുറിച്ച്, അതായത് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട് ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ. ഓക്കെ, ഒന്ന് ക്രഷൻ. ഓക്കെ, അത് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചോംസ്കിയാണ്. രണ്ട് പേരുടെ തിയറികൾ പഠിക്കണം. പിന്നെ മൂന്നാമതൊന്ന് കുറച്ച് ലാംഗ്വേജ് തിയറീസും പഠിക്കണം. ലാംഗ്വേജ് തിയറീസ് ഇത്രയും കൂടുമ്പോഴാണ് ഈ ടോപ്പിക്ക് തീരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ക്രഷൻ്റെ തിയറി പഠിക്കുന്നു, പിന്നെ നമ്മൾ ചോംസ്കിയെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ ലാംഗ്വേജ് തിയറീസിനെ കുറിച്ച് പഠിക്കുന്നു. ഇന്ന് നമ്മൾ ക്രഷൻ തിയറി മാത്രമേ പഠിക്കുന്നുള്ളൂ. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നോം ചോംസ്കിയെ കുറിച്ചും പിന്നെ ലാംഗ്വേജ് തിയറീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. വ്യത്യസ്തമായ തിയറീസ് ഉണ്ട് അല്ലേ, ലാംഗ്വേജ് തിയറീസ്. അപ്പോൾ ഇതെല്ലാം പഠിക്കുമ്പോഴേ ഇതിന് എവിടെ നിന്നാണ് ചോദ്യം വരിക നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത് ആദ്യമായിട്ടാണ്, പുതിയ സിലബസാണ്. ക്ലാസ് എടുക്കുന്നതിന് പോലും കൺഫ്യൂഷനുള്ള ഏരിയയാണ്. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഇത്. വേറെ മറ്റ് UPSC ലെവലിലുള്ള മറ്റ് പരീക്ഷയിലും സീറ്ററ്റിലും അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഓക്കെ, ടെറ്റിനും സീറ്ററ്റിനും ഒക്കെ. പക്ഷേ നമുക്കിത് പുതിയതാണ്. നമുക്കിതിന് മുമ്പ് ഇംഗ്ലീഷിൽ എന്തില്ലായിരുന്നു? പെഡഗോജി ഉണ്ടായിരുന്നില്ല. വെറും ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പെഡഗോജിയുടെ ഭാഗമായിട്ട് തന്നെ സൈക്കോളജി, ഇംഗ്ലീഷിൽ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന LP UPയുടെ സൈക്കോളജി ഉണ്ടല്ലോ, ആ സൈക്കോളജിയൊക്കെ കുറച്ച് ഇതിനകത്ത് വരും. അതാണ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രഷൻസ് തിയറി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ക്രഷൻ്റെ ഒരു തിയറി ഉണ്ട്. ആ തിയറി എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 5 മെയിൻ ഹൈപ്പോത്തിസിസ് ആണ്. അദ്ദേഹം 5 ഹൈപ്പോത്തിസിസുകൾ മുമ്പോട്ട് വെച്ചു. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഊഹിച്ചിട്ടുള്ള ഒരു സങ്കല്പങ്ങളാണ്, അനുമാനങ്ങളാണ് അല്ലേ. യെസ്. ഒന്ന് അക്വിസിഷൻ ലേണിംഗ്. എന്താണ് അക്വിസിഷൻ ലേണിംഗ്? 2 മോണിറ്റർ ഹൈപ്പോത്തിസിസ്. 3 ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. 4 ഓർഡർ തെറ്റിച്ച് പറയാം, നാച്ചുറൽ ഓർഡർ. 5 അഫക്റ്റീവ് ഫിൽട്ടേഴ്സ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഒരു കോഡ് കിട്ടും, ആമിന. ഓക്കെ, ആമിന ഓർക്കാൻ എളുപ്പമാണ് അല്ലേ. യെസ്. ഏതൊക്കെയാണ്? അക്വിസിഷൻ ലേണിംഗ്, മോണിറ്റർ, M ഫോർ മോണിറ്റർ ഹൈപ്പോത്തിസിസ്, I ഫോർ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്, N ഫോർ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തിസിസ് ആൻഡ് A ഫോർ അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തിസിസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ക്രഷൻ്റെ തിയറി എന്ന് ചോദിച്ചാൽ ആമിനേനെ ഓർത്താൽ മതി. ആമിനേൻ്റെ A ഫോർ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ്,
M4 കാരണം എന്താ അറിയോ, ഇതിന്ന് ഒരുപാട് ഡീപ്പ് ക്വസ്റ്റ്യൻ ഒന്നും സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യമായിട്ടാണ് ഇതിന് കുറേ LP പരീക്ഷകളിൽ ചോദിച്ചിട്ടൊക്കെ ചോദ്യങ്ങളൊക്കെ തീർന്നു വരുമ്പോൾ ഉള്ളിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് മറ്റ് വിഷയങ്ങൾ ഇപ്പോൾ സയൻസൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് ഡീപ്പാണ്. കാരണം എന്താ, ഇതിന് പഴയ LP ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയേക്ക് ചെറിയ മനുഷ്യന് എത്ര എല്ലുണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ. നിസാരമായിട്ടുള്ള എത്ര അസ്ഥികളുണ്ട്, തലയിൽ എത്ര അസ്ഥിയുണ്ട്, അങ്ങനത്തെ ചെറിയ സിമ്പിളായിട്ടുള്ള അല്ലേ ജലത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, കോമ്പൗണ്ടുകളെ കുറിച്ചും. പക്ഷേ അറ്റോമിക് നമ്പറൊക്കെ ചില മൂലകങ്ങൾ അത്ര സിമ്പിളായിട്ടുള്ള സംഗതികളാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ അത് കുറച്ചുകൂടി ഡീപ്പ് കാരണം ചോദിച്ച് ചോദ്യങ്ങൾ ആഴത്തിലേക്ക് പോകും. ഇത് പുതിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉപരിപ്ലവമായിട്ടുള്ള ചോദ്യങ്ങൾക്കേ സാധ്യതയുള്ളൂ എന്നുള്ളതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് ഇതൊക്കെ ചോദിക്കും. ഒരു 4 എണ്ണം തരും ഓപ്ഷനിൽ. ഇതിൽ ഏതാണ് ക്രഷൻ്റെ തിയറിയിൽ പെടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. A for acquisition learning hypothesis, M for monitor hypothesis, I for input hypothesis, and N for natural order hypothesis, and A for again affective filter hypothesis. Okay. ഇനി എന്താണ് ഈ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്? സെക്കൻഡ് ലാംഗ്വേജ് പഠനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് പഠനം. ഓക്കെ, അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത്, ഒന്ന്, ദ അക്വിസിഷൻ ലേണിംഗ് ഡിസ്റ്റിങ്ഷൻ ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ഓഫ് 5 ഹൈപ്പോത്തസിസ്. ഇത് ഏറ്റവും മൗലികമായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള സംഗതിയാണ്. ഈ 5 എണ്ണത്തിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അക്വിസിഷൻ ലേണിംഗ് ആദ്യത്തെ ഹൈപ്പോത്തസിസ് ആണ് 5 ഹൈപ്പോത്തസിസിൽ. ഓക്കെ, ദ മോസ്റ്റ് വൈഡ്ലി നോൺ എമംഗ് ലിംഗ്വിസ്റ്റ്സ് ആൻഡ് ലാംഗ്വേജ് ടീച്ചേഴ്സ്. ലാംഗ്വേജ് ടീച്ചേഴ്സിൻ്റെ ഇടയിലും അതുപോലെ ലിംഗ്വിസ്റ്റുകളുടെ ഇടയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ക്രഷൻ്റെ അഭിപ്രായത്തിൽ ദർ ആർ 2 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ്, 2 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഓഫ് ഫോറിൻ ലാംഗ്വേജ് ഉണ്ട്. അതായത് ഒന്ന് അക്വേർഡ് സിസ്റ്റം, ഇതല്ലേ നമ്മൾ ഇത്ര നേരം പഠിച്ചത്, മറ്റൊന്ന് ലേൺഡ് സിസ്റ്റം. അപ്പോൾ ഫോറിൻ ലാംഗ്വേജ് പഠനത്തിൽ 2 തരത്തിലുള്ള സിസ്റ്റമുണ്ട്. 2 തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഓഫ് ഫോറിൻ ലാംഗ്വേജ് പെർഫോമൻസ്. ഫോറിൻ ലാംഗ്വേജ് പെർഫോമൻസിൽ 2 ടൈപ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ട്. ഒന്ന് എന്താണ്, അക്വേർഡ് സിസ്റ്റം, മറ്റൊന്ന് ഏതാ, ലേൺഡ് സിസ്റ്റം. ഓക്കെ, അക്വേർഡ് സിസ്റ്റം ആൻഡ് ലേൺഡ് സിസ്റ്റം. ഓക്കെ, ഇനി ദ അക്വേർഡ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്വിസിഷൻ എന്ന് പറയുന്നത് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സബ് കോൺഷ്യസ്. ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, സബ് കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. വെരി സിമിലർ ടു ദ പ്രോസസ് ചിൽഡ്രൻ അണ്ടർഗോ വെൻ ദേ അക്വയർ ദ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ഇറ്റ് റിക്വയർസ് മീനിങ് ഫുൾ ഇൻട്രാക്ഷൻ. അത് പഠിക്കുന്ന സമയത്ത് മീനിങ് ഫുൾ ഇൻട്രാക്ഷൻ വേണം. ടാർഗറ്റ് ലാംഗ്വേജ്, നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ വിച്ച് സ്പീക്കേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ അട്ടറൻസസ് ബട്ട് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ആക്ട്. ഇവിടെ എത്ര പഠിക്കാനുള്ളൂ? അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം? ഒന്ന്, ഇത് മോസ്റ്റ് ഫണ്ടമെൻ്റലാണ് 5 ഹൈപ്പോത്തസിസിൽ. 2, ഫോറിൻ ലാംഗ്വേജിൽ 2 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ട് ഫോറിൻ ലാംഗ്വേജ് അക്വിസിഷനിൽ. ഒന്ന് ലേണിംഗ് സിസ്റ്റം, ഒന്ന് അക്വേർഡ് സിസ്റ്റം. അക്വേർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സബ് കോൺഷ്യസ്, ആൻഡ് ലേൺഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൺഷ്യസ്. കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് അല്ലേ, മോണിറ്റർ ഹൈപ്പോത്തസിസ്. മോണിറ്റർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ പോയിൻ്റ്. അദ്ദേഹം പറയുന്നത്, ഈ ഹൈപ്പോത്തസിസിൽ പറയുന്നത്, മോണിറ്റർ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. ഇത് അക്വിസിഷനും ലേണിങ്ങും തമ്മിലുള്ള റിലേഷനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ കുറേ വാരി വലിച്ച് എഴുതണ്ട. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. അക്വിസിഷനെക്കുറിൻ്റെയും ലേണിങ്ങിൻ്റെയും റിലേഷനെക്കുറിച്ച് പറയുന്ന ഹൈപ്പോത്തസിസ് ഏതാ? മോണിറ്റർ ഹൈപ്പോത്തസിസ്. മറ്റോടത്തത് സിസ്റ്റം, 2 ഫോറിൻ ലാംഗ്വേജ് അക്വിസിഷൻ 2 സിസ്റ്റം ഉണ്ട്. ഒന്ന് ലേൺഡ് സിസ്റ്റം, ഒന്ന് അക്വേർഡ് സിസ്റ്റം. അതാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നു ഈ 2 സിസ്റ്റങ്ങൾ അക്വിസിഷനും ലേണിങ്ങും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് മോണിറ്റർ ഹൈപ്പോത്തസിസ് പറയുന്നത്.
അക്കോർഡിംഗ് ടു ക്രഷൻ്റെ അഭിപ്രായത്തിൽ അക്വിസിഷൻ സിസ്റ്റം ഈസ് ദ അട്ടറൻസ് ഇനിഷ്യേറ്റർ. ഈ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അട്ടറൻസ് ഇനിഷ്യേറ്ററാണ്. ഈ ടേം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ദ പോയിന്റ്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ എന്താണ് എഴുതേണ്ടത്? കാരണം ചോദ്യങ്ങൾ വരുമ്പോൾ ടേംസുകളിൽ മാറ്റം വരില്ല. ഇപ്പോൾ ഞാൻ എടുക്കുന്ന പോലെ വേറെ ആൾ എടുക്കുമ്പോൾ ഇത് വേറെ രൂപത്തിലേക്കും പറയാം, പക്ഷേ ടേംസുകൾ ഏറെക്കുറെ ഒന്നായിരിക്കും. അട്ടറൻസ് ഇനിഷ്യേറ്ററാണ്. വൈൽ ദ ലേണിംഗ് സിസ്റ്റം പെർഫോംസ് ദ റോൾ ഓഫ് ദ മോണിറ്റർ. എന്നാൽ ശ്രദ്ധിക്കണം, അക്വിസിഷൻ എന്ന് പറയുന്നത് അട്ടറൻസ് ഇനിഷ്യേറ്റർ ആണെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് മോണിറ്റർ അല്ലെങ്കിൽ എഡിറ്ററാണ്. നമ്മൾ പഠിക്കണ സമയത്ത് പഠനം എന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്, അതിനിടയിൽ ഒരു മോണിറ്റർ ഉണ്ട്. എല്ലാ ദിവസവും പ്രിയമ്പത ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സാം, ഒരു ടോപ്പിക്ക് ഒരു എക്സാം, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് എല്ലാ ദിവസവും കേട്ടോ. ഒന്നുകിൽ ക്ലാസ് അല്ലെങ്കിൽ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ മോണിറ്റർ ഓർ ദ എഡിറ്റർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, മോണിറ്റർ ഹൈപ്പോത്തിസിസിൽ രണ്ട് കാര്യം ഓർത്തിരിക്കണം. ഒന്ന്, ഇത് റിലേഷനാണ്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് പറയുന്നത്? അക്വിസിഷനും ലേണിങ്ങും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്നു. അട്ടറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഉച്ചരിക്കുക, പുറപ്പെടുവിക്കുക, ശബ്ദം, സൗണ്ട്. ഓക്കെ, നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളിൽ നിന്ന് വരിക, ദാറ്റ് ഈസ് അട്ടറൻസ്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. രണ്ടാമത്തെ പോയിന്റ്, അക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അട്ടറൻസ് ഇനിഷ്യേറ്ററാണ്. അത് നമ്മൾ സംസാരിപ്പിക്കുന്നതാണ്, അല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ത്? അക്വിസിഷൻ. പക്ഷേ ലേണിംഗ് അങ്ങനെ പറ്റില്ല. അതിൻ്റെ ഉള്ളിലൊരു മോണിറ്റർ, ഒരു എഡിറ്ററുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ മലയാളത്തിൽ അങ്ങ് പറഞ്ഞു പോകും, ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല, അല്ലേ. ഇഫ് ഐ വാണ്ട് ടു ടോക്ക് സംതിങ് ഇൻ മലയാളം, എഫർട്ട്ലെസ്ലി ഇറ്റ് ഹാപ്പൻസ്. അതങ്ങ് നടക്കുകയാണ്. കാരണം എന്താ? അതൊരു അക്വിസിഷനിലൂടെയാണ് ഞാൻ എൻ്റെ മലയാളം പഠിച്ചു വെച്ചിട്ടുള്ളത്, അക്വിസിഷനിലൂടെയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ പലപ്പോഴും ഞാനൊന്ന് ആലോചിച്ച് സംസാരിക്കുമ്പോൾ ഒരു മോണിറ്ററിങ് നടത്തി, ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടത്തിയിട്ടാണ് രണ്ടാമതാണ് അതങ്ങോട്ട് വരുന്നത്. ട്രാൻസ്ലേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ, അത് ലേണിംഗ് നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ എന്ത് വരുന്നുണ്ട്? മോണിറ്റർ, എഡിറ്റർ വരുന്നുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയം, LKG UKG. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ ഇംഗ്ലീഷ് മീഡിയം വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുന്നത്, ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ LKG UKG ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടാൽ ആ കുട്ടിയിൽ ലാംഗ്വേജ് അക്വിസിഷൻ നടക്കും. അപ്പോൾ അവന് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവൻ എത്ര വലുതായാലും ബളബളാന്ന് പറഞ്ഞാൽ അവൻ എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. ഒരു എഫർട്ട്ലെസ്ലി, യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ കുഞ്ഞ് വളർന്നു വരുന്ന വലുതാകുന്നത് വരെ നമ്മൾ മലയാളം മീഡിയത്തിൽ വിട്ടിട്ട് വലുതായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അവിടെ ലേണിംഗ് പ്രോസസ്സാണ് നടന്നത്. അതുകൊണ്ട് തന്നെ മൂപ്പര് സംസാരിക്കുമ്പോൾ അവിടെ ഈ മോണിറ്ററിങ്ങും എഡിറ്ററിങ്ങും ഒക്കെ നടക്കുമ്പോൾ അതിനൊരു തടസ്സം വരില്ലേ? വരും. എന്താണ് റോസിൻ്റെ കമൻറ്റ്? അമ്മായിയമ്മ മരുമകളാ. അമ്മായിയമ്മ മരുമകൾ ടോക്ക് എന്താണെന്ന് പറഞ്ഞത് റോസിൻ്റെ ഉദാഹരണം കൊള്ളാം. അവിടെ അക്വിസിഷനാണ് നടന്നിട്ടുള്ളത്, അല്ലേ. കൊള്ളാം. അമ്മായിയമ്മ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, അതായിരിക്കും ഈ കമൻ്റൊക്കെ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ റെക്കോർഡിൻ്റെ കൂടെ കമൻ്റൊക്കെ ഉണ്ടാവട്ടെ, നോക്കോ മോളെന്താ കമൻ്റ് ഇട്ടെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ പണിയാവും. ഓക്കെ, പിന്നെന്താണ്? എങ്ങനെ ലൈവ് ലിങ്ക് കിട്ടും? ലൈവ് ലിങ്ക് നമ്മൾ ഗ്രൂപ്പിലിടും. പ്രിയമ്പത സ്റ്റാഫ് റൂമിൽ അംഗമാവും കേട്ടോ. ഓക്കെ, പിന്നെ ഇതെല്ലാം പഠിച്ചാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്ന് ഞാൻ ടെസ്റ്റ് നടത്തും, പരീക്ഷ നടത്തും. പരീക്ഷയുടെ ലിങ്ക് ടെലഗ്രാമിൽ ഗ്രൂപ്പിലിടും. കൂടാതെ ഈ ക്ലാസ്സിൻ്റെ ഈ ടോപ്പിക്ക് തീർന്നു കഴിയുമ്പോൾ ഈ ക്ലാസ്സിൻ്റെ താഴെ അതിൻ്റെ പരീക്ഷ ലിങ്ക് ഇടും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലും പരീക്ഷയുടെ ലിങ്ക് ഇടും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്വന്തം പരീക്ഷ എഴുതി മാർക്കൊക്കെ കിട്ടും. അത് ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ പേര് വെച്ച് നോക്കി ഞാൻ മാർക്കിടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ടോപ്പിക്കിൻ്റെ വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതത് ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ന്യൂ പാറ്റേൺ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. എല്ലാവരും ചെയ്യണം. ഇനി ഇംഗ്ലീഷിന് പുറമെയാണ് നിങ്ങൾക്ക് ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ
ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് PSC റാങ്ക് ബുക്ക് എന്നാണേ. ഓക്കെ, നമ്മളുടെ നേതൃത്വത്തിലുള്ള വളരെ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം വരും. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ടാണ് അതെടുത്ത് നോക്കുന്നതെങ്കിൽ ആ നഷ്ടബോധം വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ പലതരം ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ ആപ്പ് പോലെയല്ല ഈ ആപ്പ്. ഇത് ഒരു 10-12 റാങ്ക് ഫയലുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി കയ്യിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കാൻ വേണ്ടി ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ എങ്ങനെ ഉണ്ടാവും. ലൈവായ ടൈം ടേബിൾ. നിങ്ങളുടെ കൂടെ എപ്പോഴും 2-3 മാഷുമാർ സംശയങ്ങൾ തീർക്കാനുണ്ടായാൽ എങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയാണത്. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും, പണിക്ക് പോയിട്ടൊക്കെ അല്ലേ, സ്കൂളിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ടാവും. സ്കൂളിലേക്ക് ഒക്കത്ത് റാങ്ക് ഫയലും വെച്ച് പോയി കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും അല്ലേ, ജോലി പോകും. മൊബൈൽ ഫോണിൽ റാങ്ക് ഫയൽ ഉണ്ടെങ്കിലോ. അതുപോലെ എന്തൊരു ടോപ്പിക് പഠിച്ചാലും 100 കണക്കിന് ചോദ്യങ്ങൾ വ്യത്യസ്ത ആംഗിളിലൂടെ ചെയ്ത് പഠിക്കണം. അതിനുള്ള ഓപ്ഷനാണ് PSC റാങ്ക് ബുക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ട് തരാം. നമ്മളെ സ്വന്തം ആപ്ലിക്കേഷനാണ് കേട്ടോ. എല്ലാ സബ്ജക്റ്റും ഉണ്ട്, SCRT ഒക്കെ ഉണ്ട്. SCRT ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ ഇതുപോലെ വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങളെ. SCRT ടെക്സ്റ്റ് ബുക്ക് പാഠങ്ങൾ ലെസൺ വൈസ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതത് പാഠവുമായി ബന്ധപ്പെട്ട ധാരാളം ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും കിട്ടും. അതുപോലെ ഒരു സൗകര്യം വേറെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ഉണ്ടെങ്കിൽ പറഞ്ഞോ. അപ്പോൾ അത്രയും നല്ല സോഴ്സാണ്. കഴിഞ്ഞ തവണ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന പല ആൾക്കാരും ഉപയോഗിച്ചതാണ്. ഉള്ളിൽ രഹസ്യമാക്കി വെച്ചാൽ പല ആൾക്കാരും പറയാത്തതാണ് കേട്ടോ. എല്ലാവരും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മാർക്ക് കിട്ടൂലേ. കോൺഫിഡൻഷ്യലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ആ രഹസ്യം ഞാൻ പുറത്താക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും വലിയ വലിയ ആപ്പുകളൊക്കെ ആയിരിക്കാം. വലിയ ആപ്പോ ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും പൈസ കൊടുത്തിട്ട്. അതിനൊന്നും കുഴപ്പമില്ല. അതിനെന്താ, അതിൻ്റെ കൂടെ ഇതും കൂടെ വെച്ചോളൂ. അപ്പോഴേ പഠിത്തം പൂർത്തിയാവും. ഓക്കെ, അതുപോലെ ഓഫ്ലൈനിലൊക്കെ പഠിക്കുന്ന മിക്കവാറും കുട്ടികളൊക്കെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ഈ PSC റാങ്ക് ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോണിറ്റർ ഹൈപ്പോത്തിസിസ് ആണ്. ദ മോണിറ്റർ ആക്ട്സ് ഇൻ എ പ്ലാനിങ്, എഡിറ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ഫങ്ഷൻസ് വെൻ 3 സ്പെസിഫിക് കണ്ടീഷൻസ് ആർ മെറ്റ്. ഇത് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. മോണിറ്റർ ആക്ട്സ് ഇൻ എ പ്ലാനിങ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു മോണിറ്ററിങ് എഡിറ്ററിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട് മോണിറ്റർ ഹൈപ്പോത്തിസിസ് പ്രകാരം. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലേ, സെക്കൻഡ് ലാംഗ്വേജിലൊക്കെ അത് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്ററിങ് അല്ലെങ്കിൽ എഡിറ്ററിങ് ഫങ്ഷൻ നടക്കുന്നുണ്ട്. ഈ മോണിറ്റർ എന്ന് പറയുന്ന വ്യക്തി ഇൻ പ്ലാനിങ് അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്, ഒരു എഡിറ്റിംഗ് നടത്തുന്നുണ്ട്, ഒരു കറക്റ്റിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. ഫങ്ഷൻസ് വെൻ 3 സ്പെസിഫിക് കണ്ടീഷൻസ് ആർ മെറ്റ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ 3 സ്പെസിഫിക് കണ്ടീഷനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് പ്ലാനിങ് ആൻഡ് എഡിറ്റിംഗ് കറക്റ്റിംഗ് നടക്കുന്നത്? അവിടെ ഒന്ന്, ദ സെക്കൻഡ് ലാംഗ്വേജ് ലേണർ ഹാസ് എ സഫിഷ്യൻറ്റ് ടൈം അറ്റ് ദ ഡിസ്പോസൽ. ഈ സെക്കൻഡ് ലാംഗ്വേജ് ലേണർക്ക് ഒരു സ്പെസിഫിക് ടൈം കിട്ടുന്നുണ്ട്, സഫിഷ്യൻ്റായ സമയം ഉണ്ട്, അയാൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന പ്രോസസ്സുകൾക്ക് അല്ലേ. യെസ്. അടുത്തത്, ദേ ഫോക്കസ് ഓൺ ഫോം ആൻഡ് തിങ്ക് അബൌട്ട് ദ കറക്റ്റ്നെസ്. നമ്മൾ അങ്ങനെ ലേൺ ചെയ്ത ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ എന്തിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്? കറക്റ്റ്നെസ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സഫിഷ്യൻ്റ് ടൈം ഒരു ഘടകമാണ്. നമ്മൾ ഫോക്കസിങ് ഫോം അല്ലെ, എവിടെ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? കറക്റ്റ്നെസ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദേ നോ ദ റൂൾ. അവർക്ക് റൂൾ അറിയാം. നമ്മൾ ലേൺ ചെയ്തിട്ടാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്തറിയാം? ദേ നോ ദ റൂൾ. അവിടെ റൂൾ അറിയാം. ഈ റൂള് അറിഞ്ഞ് കറക്റ്റ്നെസ്സിനെ ഫോക്കസ് ചെയ്ത് സഫിഷ്യൻ്റായ ടൈമും ഉപയോഗിക്കുകയാണ് ആര് ചെയ്യുന്നത്? മോണിറ്റർ ചെയ്യുന്നത്. ഇത് 3 മീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഒരു എഡിറ്റിങ്ങും ഒരു കറക്റ്റിംഗ് പ്രോസസ്സും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ, ഈ ലാംഗ്വേജ് ഇങ്ങനെ തന്നെ, അത് ഇങ്ങനത്തെ അങ്ങ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ പറഞ്ഞ പാസേജ് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ ഇതും പ്രധാനപ്പെട്ടതാണ്, ഈ പോയിന്റും. അപ്പോൾ മോണിറ്റർ ഹൈപ്പോത്തിസിസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഓർക്കണം? മോണിറ്റർ ഹൈപ്പോത്തിസിസ് അക്വിസിഷൻ ലേണിംഗ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇനി ഈ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ അട്ടറൻസ് ഇനിഷ്യേറ്റർ ആണെങ്കിൽ ലേണിങ്ങിൽ മോണിറ്റർ അല്ലെങ്കിൽ എഡിറ്റർ ഉണ്ട്. ഈ മോണിറ്റർ എഡിറ്ററിങ് അയാൾ ആക്ട് ചെയ്യുന്നത് പ്ലാനിങ്, എഡിറ്റിംഗ്, കറക്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ചെയ്യുന്നത്. അത് 3 ചെയ്യുന്ന സമയത്ത് അയാൾ 3 ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ടൈം, ഫോക്കസ്, നോ ദ റൂള്,
സഫിഷ്യൻറ്റ് ടൈം, ഫോക്കസ് ഓൺ അല്ലെങ്കിൽ തിങ്ക് അബൌട്ട് ദ കറക്റ്റ്നെസ്, ഫോക്കസ് ഓഫ് ഫോം, ആ ഫോമിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്, ഓക്കെ. ഇനി ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തിസിസിലെ മൂന്നാമത്തെ അടുത്ത ഹൈപ്പോത്തിസിസ് ആണ് ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് എന്ത് പറയുന്നു? ദ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ഹൗ ദ ലേണർ അക്വയർസ് സെക്കൻഡ് ലാംഗ്വേജ്. എങ്ങനെയാണ് സെക്കൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്? അത് എന്താ പറയുക, അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദ ലേണർ, എങ്ങനെയാണ് ഒരു ലേണർ സെക്കൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇൻപുട്ട് അല്ലേ അക്വയർ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൗ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ, എങ്ങനെയാണ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് നോക്കാം. ദ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് ഓൺലി കൺസേൺഡ് വിത്ത് അക്വിസിഷൻ നോട്ട് ലേണിംഗ്. ഈ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് പോയിൻ്റാണ്, അക്വിസിഷനെ കുറിച്ച് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലേണിംഗ്. ലേണിങ്ങിനെ കുറിച്ചല്ല, അക്വിസിഷനെ കുറിച്ചുള്ളതാണ് ഈ പറയുന്ന ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. ഇനി അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസിസ് ഹ്യൂമൻ അക്വയർ ലാംഗ്വേജ് ഇൻ ഓൺലി വൺ വേ ബൈ അണ്ടർസ്റ്റാൻഡിങ് മെസ്സേജ് ബൈ റിസീവിങ് കോംപ്രഹെൻസിബിൾ ഇൻപുട്ട്. ഇവിടെ ഈ അക്വിസിഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഹൈപ്പോത്തിസിസ്, ഈ ഹൈപ്പോത്തിസിസ് പ്രകാരം ഹ്യൂമൻ അക്വയർ, മനുഷ്യൻ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്, ഗ്രഹിക്കുന്നത് ഇൻ ഓൺലി വൺ വേ, ഒറ്റ വേയിലൂടെ മാത്രമാണ്. അണ്ടർസ്റ്റാൻഡിങ് മെസ്സേജസ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ്. ബൈ റിസീവിങ് കോംപ്രഹെൻസീവ് ഇൻപുട്ട്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കോംപ്രഹെൻസിബിളായ സമഗ്രമായ ഒരു ഇൻപുട്ട് കിട്ടണം അല്ലേ? ഇപ്പം തന്നെ പല ആൾക്കാരും ഉറക്കമൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ, ഞാൻ പറയുന്നത് പലപ്പോഴും നിങ്ങൾക്കൊരു കോംപ്രഹെൻസിബിൾ ഇൻപുട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് കോംപ്രഹെൻസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഇവിടെ ഈ പറയുന്ന ഇൻപുട്ട് ഹൈപ്പോത്തസിസിൽ വൺ വേ ആയിട്ടുള്ള, ഓൺലി വൺ വേ ബൈ അണ്ടർസ്റ്റാൻഡിങ് മെസ്സേജസ്. നിങ്ങൾ ഈ മെസ്സേജ് മനസ്സിലാവുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് എന്ത് വേണം, കോംപ്രഹെൻസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടുകയും വേണം. ഇതിൽ ഈ ഇൻപുട്ട് ഹൈപ്പോത്തിസിസിനെ നമുക്ക് വേറെ രൂപത്തിൽ വിളിക്കാം. നമ്മളിപ്പോൾ പഠിച്ചിരുന്ന ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്, ഈ ഇൻപുട്ട് ഹൈപ്പോത്തിസിസിനെ തീസിസ്, ഓക്കെ, I+1 ഹൈപ്പോത്തിസിസ് എന്ന് വേണം വിളിക്കാം. സ്മോൾ ലെറ്റർ I+1 ഹൈപ്പോത്തിസിസ്. അല്ല, ദിവ്യയൊക്കെ ഉറക്കം വന്നില്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞു, ചെറുതായിട്ട് ഷിജി അല്ലേ, എന്നപ്പോൾ വലുതായിട്ട് ഇപ്പോൾ വന്നോളൂ. ഷിജി വൈകി വന്നുകൊണ്ട് ചെറുതായിട്ടുള്ളൂ. ദിവ്യ തുടക്കത്തിലുള്ളതുകൊണ്ട് ദിവ്യക്ക് ശരിക്കും ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ അനുജ എവിടെ പോയി? അനുജ. അപ്പോൾ I+1 ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ സംഭവം എന്താണെന്ന് അറിയുമോ? വളരെ സിമ്പിളാണ്. ഇപ്പോൾ ദിസ് ഈസ് റിലേറ്റഡ് ടു ദി ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. I റെപ്രസെൻറ്റ്സ് വാട്ട് യു ഓൾറെഡി നോ. നമുക്കിപ്പോൾ ഓൾറെഡി അറിയുന്ന സംഗതി, ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന നോളേജാണെന്ത് I. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, 1 സ്റ്റാൻഡ്സ് ഫോർ എ സ്മോൾ സ്റ്റെപ്പ് ബിയോണ്ട് യുവർ കറണ്ട് നോളേജ്. നമ്മൾ ഈ അറിയുന്ന കറണ്ട് നോളജിനേക്കാൾ നമുക്ക് പുതിയൊരു നോളേജും കൂടെ കിട്ടി. അതാണിത്. ഓക്കെ, ലേണിംഗ് ഹാപ്പൻസ് ബെസ്റ്റ് വെൻ യു ആർ എക്സ്പോസ്ഡ് ടു ലാംഗ്വേജ് ദാറ്റ് ജസ്റ്റ് എ ബിറ്റ് മോർ അഡ്വാൻസ്ഡ് ദാൻ വാട്ട് യു ഓൾറെഡി അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു അറിവിനേക്കാളും മെച്ചപ്പെട്ട ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അറിവ് വരികയാണെങ്കിൽ നമുക്ക് ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ലേണിംഗ് ഹാപ്പൻസ് ബെസ്റ്റ്. എപ്പോഴാണ് ലേണിംഗ് ബെസ്റ്റായിട്ട് നടക്കുന്നത്? യു ആർ എക്സ്പോസ് ടു ലാംഗ്വേജ് ദാറ്റ് ഈസ് ജസ്റ്റ് എ ബിറ്റ് മോർ അഡ്വാൻസ്ഡ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയിൽ, ഒരു സിറ്റുവേഷനിൽ, ഒരു അറ്റ്മോസ്ഫിയറിൽ പോയി നിൽക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ലേണിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോഴത്തെ ഈ ക്ലാസ്സിൻ്റെ കേസ് തന്നെ പറയാം. നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടു, നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എന്നെക്കാളും മിടുക്കനായ ഒരു സാറിൻ്റെ മിടുക്കനായ ഒരു ക്ലാസ്സിലേക്ക് അല്ലേ നിങ്ങൾ പോവുക, കുറച്ചുകൂടി നല്ലൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ പോയാൽ, നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ഇതിലാണ് ഐയിൽ അല്ലേ. കുറച്ചും കൂടെ ഒരു നല്ല എക്സ്പെർട്ടായ ഒരു സാറിൻ്റെ ക്ലാസ്സിലൂടെ പോകുമ്പോൾ ഇതും കൂടെ കിട്ടും. പിന്നെയും എക്സ്പെർട്ടായ ഒരു ആളുടെ ക്ലാസ്സും പിന്നെയും അല്ലേ കൂടും. അപ്പോൾ അത് ഇക്വേഷനിലില്ല. I+1 ഇതാണ്. ഓക്കെ, സോ I+1 മീൻസ് യു ഓൾവേസ് ലേണിംഗ് തിങ്സ് ദറ്റ് ആർ ലിറ്റിൽ ബിറ്റ് എബവ് വാട്ട് യു ഓൾറെഡി നോ. അപ്പോൾ ഇത് ചിലപ്പോൾ എക്സാമിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് വന്നേക്കാം. ഈ ഇൻപുട്ട് ഹൈപ്പോത്തിസിസിൽ I+1 അല്ലേ.
ആർക്കും ഇടയ്ക്ക് കണ്ണടയുന്നത് അശ്വതി ആണോ? കുഴപ്പമില്ല, ഉറക്കം വരുന്നിട്ട് ഉറങ്ങിക്കോ. പിന്നെ നാളെ റെക്കോർഡ് കണ്ടാലും മതി കേട്ടോ. ഓക്കെ, അവസാനം ഇതൊന്നും മനസ്സിലാവില്ല. യെസ്, അല്ല ഈ ക്ലാസ് രാത്രി 10 മണിക്ക് മതി എന്ന് പറഞ്ഞ ആളാണല്ലോ ഈ അശ്വതി അരുൺ. ഞാൻ ഉച്ചയ്ക്ക് 2:30 എടുക്കാൻ നിൽക്കും, വേണ്ട രാത്രി 10 മണിക്ക് മതി ലൈവ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ആളാണ് ഈ അശ്വതി. ആ, എന്താണ് ഷിജി? അതിൻ്റെ ഇടയ്ക്ക് ഷിജിയുടെ ഒരു തള്ളും കൊള്ളാം. ഇനി അടുത്തത് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് വെരി സിമ്പിളാണ്. ലാംഗ്വേജസ് ഹാവ് എ നാച്ചുറൽ, ഇത് കഴിഞ്ഞു, ഇതാ ലെസൺ തീർന്നു കേട്ടോ. ലാംഗ്വേജസ് ഹാവ് നാച്ചുറൽ ഓർഡർ ഓഫ് അക്വിസിഷൻ. ഈ ഭാഷയ്ക്കൊരു ലേണിങ്ങിൽ എന്താ പറയുക, ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ട്. ദർ സെർട്ടൈൻ പാറ്റേൺസ്, അതിനൊരു certain പാറ്റേൺസ് ഉണ്ട്, സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദറ്റ് ലേണേഴ്സ് ടെൻ ടു അക്വയർ എ പ്രെഡിക്റ്റബിൾ സീക്വൻസ് റിഗാർഡ്ലെസ് ഓഫ് ദിയർ നേറ്റീവ് ലാംഗ്വേജ്. നമ്മൾ ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് അതിന് കൃത്യമായ സ്പെസിഫിക് ആയിട്ട് എന്തുണ്ട്, ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ട്. അത്രയാണ് അദ്ദേഹം ഈ ഹൈപ്പോത്തസിസിലൂടെ അദ്ദേഹം പറയുന്നത്. നമ്മളെപ്പോഴും ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് ദ പ്രെഡിക്റ്റബിൾ സീക്വൻസ് ഉണ്ട്. ശ്രദ്ധിക്കണേ, നോട്ട് ദ പോയിൻ്റ്, പ്രെഡിക്റ്റബിൾ സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാമറൊക്കെ കൃത്യമായില്ല, സബ്ജക്റ്റ് വെർബ് ഓക്സിലറി, നമ്മളൊരു ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ എന്തുണ്ട്, സബ്ജക്റ്റ് വെർബ്, ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം, അതാണ് പറയുന്നത്. ഓക്കെ, റോസേ പാത്രം കഴുകണം. ആ നല്ലതാണ് കേട്ടോ, പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കിടന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. വാട്ട് ഈസ് അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്? അഫക്റ്റീവ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇതെന്ത് ഫിൽറ്റർ കഴിഞ്ഞു, സംഭവം കഴിഞ്ഞ്. ദ അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് embodies Kresh's view that a number of affective variables play a facilitative but non-causal role in second language acquisition. നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷന് ചില ഫിൽട്ടറുകൾ, അഫക്റ്റീവ് ഫിൽട്ടറുകൾ പ്രധാനപ്പെട്ടതാണ്. അത്രയേ ഉള്ളൂ പോയിന്റ്. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനിൽ ചില അഫക്റ്റീവ് ഫിൽട്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഈ ക്ലാസ് പഠിക്കണമെങ്കിൽ ദർ ഷുഡ് ബി സം അഫക്റ്റീവ് ഫിൽട്ടേഴ്സ്. ചില ഫിൽട്ടറുകൾ വേണം. ഏത് ഫിൽട്ടറാണ് അശ്വതി? ഇൻസ്റ്റഗ്രാമിലെ ഫിൽട്ടർ അല്ല കേട്ടാ. അശ്വതി അരുണ്ണേ ഫോട്ടോ ഇടണമെങ്കിൽ എന്ത് വേണം? ഫിൽട്ടർ വേണം, കമ്പൽസറി ആണ് അല്ലേ. സിനൂപ്പിയൊക്കെ ഫിൽട്ടറിലുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആളാണ് അല്ലേ. സിനു നമ്മളെ മാഷ വൈഫ് സിനു അല്ലേ, പാവം ആ ഫിൽട്ടർ ഇട്ട ഫോട്ടോ കണ്ടിട്ട് ആ മാഷ് വീണു പോയത് അല്ലേ, നേരിട്ട് കണ്ടപ്പോൾ വൈകിപ്പോയി. യെസ്, അപ്പോൾ ഈ ഫിൽട്ടർ ആ ഫിൽട്ടർ അല്ല. ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ നമുക്ക് ചില ഫിൽട്ടേഴ്സ്, അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കാൻ സെക്കൻഡ് ലാംഗ്വേജ് ഭാഷയൊക്കെ പഠിക്കാൻ ചില ഫിൽട്ടേഴ്സ് വേണം. ഏതാ ഫിൽട്ടേഴ്സ്? നമുക്ക് നോക്കാം. ദീസ് വേരിയബിൾസ് ഇൻക്ലൂഡ് ഒന്ന് മോട്ടിവേഷൻ വേണം. ഓക്കെ, എന്താണ് മോട്ടിവേഷൻ വേണം? എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല അല്ലേ. സെൽഫ് കോൺഫിഡൻസ് വേണം, അടുത്ത ഫിൽട്ടറാണത്. ആങ്സൈറ്റി ഒരു ഫിൽട്ടറാണത്, വേണം എന്നല്ല. ആങ്സൈറ്റി പഠനത്തെ ഇത് പഠനത്തിന് ആവശ്യമായതെന്നല്ല കേട്ടോ പറയുന്നത്, പഠനത്തിനെ സ്വാധീനിക്കുന്ന ഫിൽട്ടേഴ്സ്. മോട്ടിവേഷൻ ഒരു ഘടകമാണ്, സെൽഫ് കോൺഫിഡൻസ് ഒരു ഘടകമാണ്. ഇതുണ്ടെങ്കിൽ പഠനം മേലോട്ട് പോകും. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മേലോട്ട് പോകും, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ താഴോട്ട് പോകും. ആൻഡ് ദ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലേ, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ട്രെയ്റ്റുകൾ അത് ചിലപ്പോൾ മേലോട്ട് പോകാനും താഴോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു ഘടകമാണ്. ഓക്കെ, ചില സ്വഭാവ സവിശേഷതകൾ, വ്യക്തിപരമായ ചില സവിശേഷതകൾ ഇതിനെ സ്വാധീനിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഫിൽട്ടേഴ്സ്? അഫക്റ്റീവ് ഫിൽട്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നത്? മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ്, ആങ്സൈറ്റി, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലേ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. Kreshn claims that learners with high motivation, വലിയ മോട്ടിവേഷനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ, എ ഗുഡ് സെൽഫ് ഇമേജ്, എ ലോ ലെവൽ ഓഫ് ആങ്സൈറ്റി, അതുപോലെ ആങ്സൈറ്റി ലോ ലെവലായിട്ടുള്ള ആൾക്കാർ, ആൻഡ് എക്സ്ട്രോവേർഷൻ എല്ലാം, അത് ഇൻട്രോവേർട്ടല്ല എക്സ്ട്രോവേർട്ടായിട്ടുള്ള, അതായത് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർ, ബെറ്റർ ഇക്വിപ്ഡ് ഫോർ സക്സസ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ്, അങ്ങനെയുള്ള ആൾക്കാരാണ് ഏറ്റവും പെട്ടെന്നായിട്ട് ലാംഗ്വേജ് പഠിക്കുന്നത്. എന്തൊക്കെ വേണം? നല്ല മോട്ടിവേഷൻ, നല്ല സെൽഫ് കോൺഫിഡൻസ്, ആൻഡ് ഗുഡ് സെൽഫ് ഇമേജ്, ലോ ലെവൽ ഓഫ് ആങ്സൈറ്റി, ആൻഡ് എക്സ്ട്രോവേർഷൻ, നോട്ട് ഇൻട്രോവേർഷൻ. ഓക്കെ, അവർ വെൽ എക്വിപ്ഡ് ഫോർ സക്സസ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അവർ വളരെ പെട്ടെന്ന് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ നടത്തുന്നുണ്ട്. ഓക്കെ,
ലോ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, ലോ എസ്റ്റീം, ആങ്സൈറ്റി, ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻട്രോവേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവർക്കൊരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാവും. ദാറ്റ് പ്രിവെൻറ്റ്സ് കോംപ്രഹെൻസീവ് ഇൻപുട്ട് ഫ്രം ബീയിങ് യൂസ് ഫോർ അക്വിസിഷൻ. അതായത് ലാംഗ്വേജ് അക്വിസിഷനെ പിന്നോട്ട് വലിക്കും. ലോ മോട്ടിവേഷൻ, ലോ സെൽഫ് എസ്റ്റീം, ലോ ആങ്സൈറ്റി, ലോ ഇൻട്രോവേഷൻ ആൻഡ് ഇൻഹിബിഷനൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഇൻ അതർ വേർഡ്സ്, വെൻ ദ ഫിൽട്ടർ ഇസ് അപ്പ്, ഈ പറഞ്ഞ ഫിൽട്ടേഴ്സ് അപ്പ്, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ലാംഗ്വേജ് എന്താണ്, എന്താ പറയുക, ഈ മേലെ പറഞ്ഞ സംഗതികളുണ്ടെങ്കിൽ ഭാഷയുടെ പഠനത്തിന് തടസ്സമുണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. തടസ്സമുണ്ടാവും. ഓൺ ദി അതർ ഹാൻഡ്, ദ പോസിറ്റീവ് എഫക്റ്റ്, ഈ മേലെ പറഞ്ഞ കാര്യങ്ങൾ ആണ് കൂടുതലുള്ളതെങ്കിൽ ഇത് പഠനത്തെ തടസ്സപ്പെടുത്തും. ഇനി അതല്ല എങ്കിൽ പോസിറ്റീവ് എഫക്റ്റ് ആണെങ്കിൽ നെസസറി ബട്ട് നോട്ട് സഫീഷ്യൻറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ഫോർ അക്വിസിഷനിലേക്ക്. ഇത് പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ്, ഫിൽറ്റേഴ്സാണ് നമുക്ക് വേണ്ടത് ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ. ഇതൊക്കെ ഇത്ര മതി, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെയൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളില്ല. ഏതൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ? അഫക്റ്റീവ് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെയാണ് അഫക്റ്റീവ് ഫിൽറ്റേഴ്സ്? ഓക്കെ, ഇത്രയും മതി, നോ പ്രോബ്ലം കേട്ടോ. ഞാൻ നോട്ട് തന്നേ ഉള്ളൂ, നോട്ട് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോഴേ ഈ ടോപ്പിക്കിൻ്റെ ഹാഫ് ആയിട്ടുള്ളൂ. ഇനി അടുത്ത ഭാഗം നിങ്ങൾ കണ്ടാലേ ലാംഗ്വേജ് അക്വിസിഷൻ ലേണിങ്ങിൻ്റെ പാഠം പൂർത്തിയാവുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാനത് കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് ഞാൻ വെറുതെ സാമ്പിളായിട്ട് ചെറിയ 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പഠിച്ച കാര്യം ഓർമ്മയുണ്ടോ? ഗൗരവമുള്ള കുറച്ചുകൂടി നല്ല ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാനൊരു 4 ചോദ്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഇന്ന്. 4 ചോദിക്കാൻ പോവാണ്. യു ഹാവ് ടു ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻസ്. ഞാനിതിൻ്റെ ആൻസർ പറഞ്ഞു തരില്ല, ഇവിടെ ടൈപ്പ് ചെയ്തോളണം. ഇനി ഇത് റെക്കോർഡ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്തോളണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു സീറ്ററ്റിൻ്റെ ഒരു ചോദ്യമാണ്. സ്റ്റീഫൻ ക്രഷൻസ് തിയറി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ്. ആൻസർ പറഞ്ഞോളൂ. ഞാനിതിൻ്റെ ആൻസറൊക്കെ നാളത്തെ ക്ലാസ്സിലേ പറയുള്ളൂ, അടുത്ത പാർട്ടിൽ. വേഗം ആൻസർ ചെയ്യൂ എവറിബഡി. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ആൻസർ. ലീവ് യുവർ കമൻറ്റ്സ് ഓവർ ദേർ in the live session. Everybody please join with me. എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം? സ്റ്റീഫൻ ക്രഷൻസ് തിയറി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡസ് നോട്ട് കൺസിഡർ. അത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ, ഈ ക്രഷൻ്റെ തിയറിയിൽ ഉൾക്കൊള്ളാത്ത ഘടകം ഏതാണ്, അല്ല ഹൈപ്പോത്തസിസ് ഏതാണ്? ഓപ്ഷൻ എ ദ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്, ഓപ്ഷൻ ബി ദ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്, ഓപ്ഷൻ സി ലേണബിലിറ്റി ഹൈപ്പോത്തസിസ്, ഓപ്ഷൻ ഡി ദ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ശരി ഉത്തരം ആൻസർ ചെയ്യുന്നുണ്ട്. ആരും തെറ്റായിട്ട് ആൻസർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. ഷിജി ഓക്കെ അല്ലേ? സുജിത, അടുത്തത്. ഇൻ ദ മോണിറ്റർ ഹൈപ്പോത്തസിസ് വാട്ട് ആർ ദ 3 സ്പെസിഫിക് കണ്ടീഷൻസ് ടു യൂസ് മോണിറ്റർ സക്സസ്ഫുള്ളി? വേഗം ആൻസർ ചെയ്തോളൂ. നമ്മുടെ ക്ലാസ്സിന് ഒരുപാട് ലെങ്ത് വന്നു അല്ലേ? എന്നാൽ കുറച്ച് സ്പീഡാക്കണം. നാളെ മുതൽ സ്പീഡാക്കാം കേട്ടോ, ഇത്രയും വൈകാൻ പാടില്ല. In the monitor hypothesis, what are the 3 specific conditions to use monitor successfully? Option A, time, focus on form, know the rules. B, grammar, method, learning ability. C, science, lexical knowledge, production. D, topic, function, situation. Yes. Okay. സുജിത ആമിന നേരത്തെ അല്ലേ? ഓക്കെ. ആമിനയിൽ സി വരില്ല. വെരി ഗുഡ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഉണ്ട് ഓപ്ഷൻ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കുറേ ആൾക്കാർ തെറ്റിക്കുന്നുണ്ട്, ചിലർ ശരിയാക്കുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്? നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസുമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ, അക്വിസിഷൻ ഓഫ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കേഴ്സ് ഇൻ എ predictable sequence. Option B, applies to the second language only. Option C, the order of acquisition is the same between first and second language. Option D, can be considerable influence of the first language on the acquisition of a second language. സിനു, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ പരിപാടിയുണ്ട്. 11:21 ആയില്ലേ? രാത്രി ക്ലാസ് തടിക്ക് പിടിക്കും തോന്നുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ 10 മണിക്ക് വന്നത് കേട്ടോ. പക്ഷെ ഞാനൊരു 3/4 മണിക്കൂറിനുള്ളിൽ തീരും, 1/4 മണിക്കൂർ എന്നാണ് ഞാൻ കരുതിയത്. 10 മണിക്ക് തുടങ്ങിയാൽ 10:30, 10:45. പക്ഷേ ഇത്രയും നീളം തന്നെ ഞാൻ കരുതിയില്ല. വലിയ ടോപ്പിക്ക് ആയതുകൊണ്ടായിരിക്കും. നോക്കാം, നമുക്ക് അങ്ങനെയാണെങ്കിൽ ടോപ്പിക്ക് ചെറുതാക്കിയിട്ട് ഒരു 40 മിനിറ്റൊക്കെ മതി ക്ലാസ് അല്ലേ?
യെസ്, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് വെൽ നോൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് വേരിയസ് ഹൈപ്പോത്തിസിസ് റിലേറ്റഡ് ടു സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് ഹു എമംഗ് ദ ഫോളോയിങ് വെൽ നോൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് വേരിയസ് ഹൈപ്പോത്തിസ്, ഈ ഹൈപ്പോത്തിസിസുകൾ കൊണ്ടുവന്നിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നുള്ള വ്യക്തി ആരാണെന്നുള്ളത്. ഓക്കെ, ആൻസർ ചെയ്യുക. 4 ചോദ്യത്തിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസം വീണ്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. Okay, thank you.